നമസ്കാരം. മൂന്നാമത്തെ തവണയാണ് ഞാൻ സിംഗപ്പൂർ മലയാളി സാഹിത്യ സമിതിയുടെ സദസ്സിൽ വരുന്നത്. ആദ്യം MT ജീവിച്ചിരുന്നപ്പോൾ ഒരുപക്ഷെ വിപുലമായ ഒരു MT സാഹിത്യോത്സവം 2019 എനിക്ക് തോന്നുന്നു ഉല്ലാസമൊക്കെ നേതൃത്വം വഹിച്ച് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് അറിയാം, ഒട്ടുമിക്ക ആളുകളെയും മുഖപരിചയമുണ്ട്, പേരറിയാം. സുരേഷും പ്രമോദും, അന്ന് രഞ്ജൻ ചേട്ടൻ എന്ന് പറയുന്ന എൻ്റെ വളരെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരത്തിൽ ഒരാളുണ്ടായിരുന്നു, ശിവകുമാറും വിജയകൃഷ്ണനും സത്യനും, ഇവരെല്ലാവരും മിക്കവാറും എല്ലാ ആളുകളും അന്നുള്ളവരിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല, കുറച്ച് പേരെ പുറമേ ഉള്ളൂ. അതിൽ താര വളരെ മനോഹരമായിട്ട് MT എന്തുകൊണ്ട് ഹ്യൂമനിസ്റ്റാണ് എന്ന് സ്ഥാപിച്ചു. ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു MT എഴുതി തുടങ്ങുന്ന കാലത്തെ എഴുത്തുകാരൻ്റെ മുഖം. സ്പെഷ്യലൈസേഷൻ വന്നിരുന്നില്ല. പണ്ടൊക്കെ നമുക്ക് ജനറൽ ഡോക്ടർമാരായിരുന്നു നമ്മളുടെ ആദ്യകാലത്ത്. പല്ലിനും കണ്ണിനും എല്ലിനും ഒക്കെ വേറെ വേറെ ഡോക്ടർമാർ വന്നത് സ്പെഷ്യലൈസേഷൻ്റെ കാലത്താണ്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ അതിൻ്റെതായ ഗുണമുണ്ട്, സമഗ്രത ഇല്ലായ്മയുണ്ട്. പല്ലിൻ്റെ ഡോക്ടറെ കണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ മറ്റൊരു ഡോക്ടറെ അടുത്തേക്ക് നമുക്ക് ഓടേണ്ടി വരും. ഇപ്പം MTയുടെ കൃതികളിൽ ഫെമിനിസമുണ്ട്, ദളിത് എന്ന് നമ്മൾ പിൽക്കാലത്ത് വായിച്ച വായനയുണ്ട്, അതിൻ്റെ ആദ്യ രൂപങ്ങളുണ്ട്, പരിസ്ഥിതിവാദമുണ്ട്. പിന്നീട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവസാനം താര സമർപ്പിച്ചതുപോലെ മാനവികതയുടെ സമ്യക് ദർശനം, ഹോളിസ്റ്റിക് വീക്ഷണത്തിൽ സമന്വയിപ്പിച്ചിട്ടാണ് MT എഴുതിയത്. MT മാത്രമല്ല, MTക്ക് മുമ്പുണ്ടായിരുന്ന എഴുത്തുകാർ, MTയേക്കാൾ പ്രഗത്ഭരായ എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു. ബഷീറിനെ പോലുള്ള ആളുകൾ, തകഴിയെ പോലുള്ള എഴുത്തുകാർ. അപ്പം MT മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനാണെന്ന് ഞാൻ പറയില്ല, കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവാണ്. നേരത്തെ പറഞ്ഞെങ്കിലും 35 കൊല്ലം കൂടെ സഞ്ചരിച്ച ആളാണ്. 4ാം ക്ലാസ്സിൽ ഞാൻ ആദ്യം വായിച്ചത് MTയാണ്. എനിക്ക് MTയോട് ഭക്തി സഹജമായ ആരാധനയാണ് ഉള്ളത്. ഭക്തിക്ക് യുക്തിയില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുക, അങ്ങനെയാണ് ഞാൻ MT ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് MT വിമർശിക്കാൻ ഒരു സാധ്യത എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, കാരണം എനിക്ക് അദ്ദേഹത്തോട് ആരാധന കലർന്ന ഭക്തിയാണ്. എന്നാൽ അദ്ദേഹത്തെക്കാൾ വലിയ എഴുത്തുകാരുണ്ടെന്ന് എനിക്കറിയാം. ഉറൂബ് തന്നെയും MTയേക്കാൾ വേണമെങ്കിൽ എഴുത്തിൻ്റെ സമഗ്രതയിൽ വേറെ ഒരു എഴുത്തുകാരാണ്. പക്ഷെ എന്തുകൊണ്ട് MT 7.5 പതിറ്റാണ്ട് കാലം ഒരേ വികാര തീവ്രതയോടുകൂടി എല്ലാത്തരം മനുഷ്യരെയും കീഴ്പ്പെടുത്തി? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത്രയും താരപദവിയോടുകൂടി ഒരു എഴുത്തുകാരൻ MTയുടെ കാലത്ത് വേറെ ഉണ്ടായിട്ടില്ല. ബഷീറിന് MTയോളം താരപദവി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഷീർ വലിയൊരു എഴുത്തുകാരനാണ്, തകഴി വലിയ എഴുത്തുകാരാണ്, ദേവ്, ലളിതാംബിക അന്തർജനം ഒക്കെ നല്ല എഴുത്തുകാരാണ്. പക്ഷെ MTക്ക് കിട്ടിയതുപോലെ ഒരേ വികാര തീവ്രതയോടുകൂടി 4 തലമുറകളുടെ ഹൃദയത്തിൽ അധികാരം, അത് സ്നേഹാധികാരമാണ്, അല്ലാതെ ബലം കൊണ്ടുള്ള അധികാരമല്ലല്ലോ, സ്ഥാപിക്കാൻ എന്തുകൊണ്ട് MTക്ക് സാധിച്ചു? ഈ വിമർശനത്തിനും കാരണം അതാണ്. ഒരു കണക്കിനൊരു അസൂയ കലർന്ന ഒരു അംശം അതിനകത്തുണ്ട്. അങ്ങനെ വിമർശനാതീതനൊന്നും ആവണ്ട, ഞങ്ങൾ വിമർശിക്കാൻ പോവുകയാണ്, ഇങ്ങനെ ചില പോരായ്മകളുണ്ട്. അങ്ങനെയാണല്ലോ മലയാളിയുടെ ഒരു സഹജമായ സ്വഭാവം. എല്ലാവരാലും കൊണ്ടാടപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ കൊണ്ടാടപ്പെട്ട ആൾക്കൊരു ചെറിയ വീഴ്ച ഉണ്ടായാൽ അത് ആഘോഷിക്കാനും മലയാളി ശ്രമിക്കും. മലയാളിയുടെ സൈക്കിളിനുള്ളിലുള്ള ഒരു സവിശേഷതയാണ്, മറ്റ് സമൂഹങ്ങൾക്ക് ഇല്ല എന്നല്ല, അത് വളരെ കൂടുതലാണ് മലയാളികൾക്ക്. അതുകൊണ്ട് MTയെ ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ MTയെ വിമർശിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. MT ജീവിച്ചിരുന്നപ്പോൾ ഒറ്റപ്പെട്ട വിമർശനങ്ങളൊക്കെ പല ഭാഗത്തുനിന്ന് വന്നിരുന്നു. പക്ഷെ മരിച്ചപ്പോൾ കൂട്ടത്തോടെ സോഷ്യൽ മീഡിയയിൽ വിമർശകർ വന്നത് അതൊരു കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ വിമർശിക്കാൻ കഴിയാത്തത് പേടിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹത്തെ വിമർശിച്ചാലും ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഹൃദയാധികാരം കൊണ്ട് MTയെ വായിക്കുമ്പോൾ MTയെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുകളിൽ MT അമർന്നിരിക്കുന്നുണ്ടാവും. MT ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ നമുക്കിങ്ങനെ ആലോചിച്ച് വിമർശിക്കാൻ പഴുത് കണ്ടെത്താം. അതാണ് MTയുടെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. MT എന്തവതരിപ്പിച്ചാലും അത് പരിപൂർണമായ ശില്പഭദ്രതയും ഭാവഭദ്രതയും തികഞ്ഞ ഒരു സർഗ അനുഭവമായിട്ടാണ് ഓരോ അനുവാചകൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഹൃദയത്തിനുള്ളിലാണ് MT ഇരുന്നത്. MT അകത്തിരുന്നാണ് നമ്മളെ കൊണ്ട് വായിപ്പിച്ചത്. മസ്തിഷ്കത്തോടല്ല MTയുടെ സാഹിത്യം സംവദിച്ചിട്ടുള്ളത്, ഹൃദയത്തോടാണ്. ഇപ്പം ഹൃദയ സംവേദനക്ഷമമല്ലാത്ത ഒരു വാക്കും MT എഴുതിയിട്ടില്ല. പാരായണക്ഷമമല്ലാത്ത ഒറ്റ വാചകം പോലും MT സാഹിത്യത്തിലില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ട് പറയുന്നത്, വായിക്കാൻ പറ്റാത്ത ഒരു വാചകം പോലും MTയുടെ സാഹിത്യത്തിൽ, സാഹിത്യമൊക്കെ ഉണ്ട്, കവിതയൊക്കെ ഉണ്ട്, പക്ഷെ
ആ കവിത എം ടി സൃഷ്ടിക്കുന്നത് വളരെ പാരായണക്ഷമമായ ഒരു ശില്പം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കേവലം മലയാള ഭാഷ വായിക്കാൻ കഴിയുന്ന മുട്ടത്ത് വർക്കിയെ വായിച്ചു തുടങ്ങിയ ആളുകൾക്കും വളരെ എളുപ്പത്തിൽ എം ടിയിലേക്ക് പ്രവേശിക്കാം. ആനന്ദിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആനന്ദ് കുറേ കൂടി ഇന്റലക്ച്വലായ മസ്തിഷ്കത്തോട് സംവദിക്കുന്ന, അത് മോശമാണെന്നൊന്നും ഞാൻ ഒരു കാലത്തും പറയില്ല, പക്ഷെ അതിൻ്റെ ഇടയിലാണ് എം ടി നിന്നത്. മലയാളിയുടെ ഹൃദയവികാരങ്ങളോട് ആഴത്തിൽ സംവദിച്ചു. കേസരി എ ബാലകൃഷ്ണപിള്ള മലയാളികളുടെ നരവംശാസ്ത്രപരമായ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളികൾ ഒരു സെമിറ്റിക് നരവംശത്തിൻ്റെ അവാന്തര വിഭാഗമാണ്. അതുകൊണ്ട് മലയാളികളുടെ സഹജമായ വികാരങ്ങൾ ഉത്സവക്കമ്പം, താളക്കമ്പം, ഈണക്കമ്പം, നടന നൃത്തഭ്രമം, അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് നേരിയ വിഷാദാത്മകത്വം. ഇത് മലയാളിയുടെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നേരിയ വിഷാദാത്മകത്വം. അതുകൊണ്ട് ഈ വിഷാദാത്മകത്വം വളരെ പെട്ടെന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലയാളി ഏകാന്തതയിൽ അകപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യാനും മാനസിക തകർച്ച വരാനും ഇടയുള്ള ഒരു നരവംശത്തിൻ്റെ സ്പെഷീസാണ്. അതുകൊണ്ടാണ് മലയാളികൾ നേരത്തെ കാലം മുതൽക്ക് തന്നെ ധാരാളം ഉത്സവങ്ങൾ കമ്പോട് കമ്പ് എപ്പോഴും സംഘോത്സവങ്ങളിൽ അഭിനമിച്ചുകൊണ്ട് ഏകാന്തതയെ മറികടക്കാൻ ശ്രമിച്ചു പോകുന്നവരുമാണ്. ഇപ്പം എം ടി ഈ ഏകാന്തതയോടാണ് സംബന്ധിച്ചത്. ഏകാകികളായ മനുഷ്യരുടെ ഏകാന്തതയുടെ നിമിഷങ്ങളോട് അതിസൂക്ഷ്മലോലമായ ഹൃദയഭാഷ കൊണ്ടാണ് ആദ്യവസാനം സംബന്ധിച്ചത്. എന്നെ ആരും അറിഞ്ഞില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് ആരും ഇല്ലാതായിപ്പോയി, ഞാൻ ഒറ്റയ്ക്കായി, ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ല എന്നിങ്ങനെ വിചാരിക്കാത്ത ഒരു മനുഷ്യനും ജീവിതത്തിലില്ല, അല്ലേ? ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. ഈ വിചാരത്തിൻ്റെ ഏറ്റവും ഡെൻസായ ഒരു ഫോമാണ് എം ടി കഥകൾ ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞ മഞ്ഞില വിമല, സുധീർ കുമാർ മിശ്ര വരില്ല എന്ന് എം ടിക്കും അറിയാം, വായിക്കുന്ന നമുക്കും അറിയാം, വിമലയ്ക്കും അറിയാം. പക്ഷേ നൈനി ദേവിയുടെ കുടമണികൾ കഴുകാൻ തുടങ്ങുമ്പോൾ, കാലത്തിൻ്റെ താഴ്വരകളിൽ മഞ്ഞുരുകാൻ തുടങ്ങുമ്പോൾ, തടാകതീരത്തെ വിളക്കുകാലുകളിൽ വെളിച്ചം പരക്കുമ്പോൾ, പുതിയ ചായം പുരട്ടാൻ തുടങ്ങുമ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ ഇടം വെച്ച് വരികയാണ്. വരും, വരാതിരിക്കില്ല. ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു. വരും എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, വരും. വരാതിരിക്കില്ല അവസാനിക്കുന്നത് ഇല്ല എന്ന നിഷേധത്തിലാണ്. അത് നെഗറ്റീവിൽ അവസാനിക്കുന്നൊരു വാചകമാണ്, അല്ലേ? വരും എന്ന പൂർണ്ണമായ പോസിറ്റീവായ ശുഭാപ്തി വിശ്വാസവും ഇല്ല എന്നതിൽ അവസാനിക്കുന്ന നെഗറ്റീവായ ഒരു സൂചക ഭാഷ ഉപയോഗിച്ച് രണ്ടും പോസിറ്റീവ് ആക്കുകയാണ് എം ടി ചെയ്തത്. ഈ പോസിറ്റീവും നെഗറ്റീവും ആണ് ജീവിതം. നെഗറ്റീവ് ഉണ്ട് എന്നറിയാം, വരില്ല എന്നും എം ടിക്ക് അറിയാം, നമുക്കൊക്കെ അറിയാം. പക്ഷെ വരാതിരിക്കില്ല, വരില്ല എന്നതിനിടയിൽ ഈ വരാതിരിക്കില്ല എന്നൊരു അഡീഷണൽ ശബ്ദം ചേർക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. വരും എന്ന് പറഞ്ഞാലും വരുമെന്നാണ് അർത്ഥം, വരാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ വരുമെന്നൊന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇത് ഭാഷയ്ക്കുള്ളിൽ ഒരു അത്ഭുതകരമായ പ്രവർത്തനമാണ്. എം ടിയുടെ എല്ലാ വാചകങ്ങളും എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ ഒരു തിരിച്ചിടൽ കൊണ്ട്, ഒരു മാറ്റിവെക്കൽ കൊണ്ട് നേരത്തെ ഉള്ള വാക്കിൽ നിന്ന് മറ്റൊരർത്ഥം ഉണ്ടാകും. അവൾ വരുമോ എന്ന് ചോദിക്കുന്നു, വരുമോ അവൾ എന്ന് ചോദിക്കുന്നു, തമ്മിൽ വ്യത്യാസമല്ലേ? അല്ലേ? രണ്ടർത്ഥമുണ്ട്. അവൾ വരുമോ, വരുമോ അവൾ. ഈ ചോദ്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം പോലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എം ടി അർത്ഥത്തിൻ്റെ പുതിയ ധ്വനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാവ്യാത്മകമായിട്ടാണ് ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരിയായി ഈ ഏകാകികളായ മനുഷ്യരുടെ ഉള്ളിലിരുന്ന് ഞാൻ തന്നെയാണല്ലോ ഈ വിമല എന്ന് പുരുഷന്മാരും വിചാരിച്ചു. അതാണ്, വിമലയെ വായിച്ച പുരുഷന്മാരും ഞാൻ തന്നെയാണ് വിമല എന്ന് വിചാരിച്ചു, ഞാൻ തന്നെയാണ് ബുദ്ധു എന്ന് വിചാരിച്ചു. സമാന്തരമായിട്ടാണ് ബുദ്ധുവിൻ്റെയും വിമലയുടെയും കാത്തിരിപ്പ്. വിമല കാത്തിരിക്കുന്നത് സുധീർ കുമാർ മിശ്രയെയാണ്. ഏതോ ഒരു ഏകാന്ത നിമിഷത്തിൽ തൻ്റെ സ്ത്രീത്വത്തോടെ ഏറ്റവും കൂടുതൽ സംവദിച്ച ഒരു നിമിഷത്തെ ഓർത്തുകൊണ്ടാണ് അവൾ കാത്തിരിക്കുന്നത്. അതിൻ്റെ തുടക്കം തന്നെ രശ്മി വാജ്പേയി എന്ന കുട്ടി നുണ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അവളെ കൂട്ടാൻ ആരും വന്നിട്ടില്ല. അവൾ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ്. ഏതൊരു ചെറുപ്പക്കാരൻ പുറത്ത് കാത്തു നിൽക്കുന്നത് വിമല എന്ന അവളുടെ കസ്റ്റോഡിയനായ വിമല കണ്ടിരിക്കുന്നു. അപ്പോൾ വിമല ഗൂഢമായിട്ട് വിചാരിക്കുന്നുണ്ട് അവൾ വീട്ടിലേക്കല്ല പോകുന്നത്. ആ കാത്തു നിൽക്കുന്നത് അവളുടെ കസിനൊന്നുമല്ല. അവൾ ഏതോ ഒരു ഹോട്ടൽ മുറിയിലോ മറ്റോ ഇന്ന്
താമസിക്കും. അപ്പോൾ ഈ സുധീർ കുമാർ മിശ്രയായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ദിവസം ഓർമ്മ വരുന്നുണ്ട്. അവൾ തെറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ടും തടയാൻ വിമല ശ്രമിക്കുന്നില്ല. വിചാരിക്കുന്നുണ്ട് പിന്നെ എപ്പോഴെങ്കിലും അവൾക്ക് ഓർക്കാൻ ഒരു നിമിഷമായിട്ട് ആ യാത്ര ഉപകരിക്കും. ഒരുപക്ഷെ അന്ന് MT അത് എഴുതുന്നത് അന്നത്തെ സദാചാരവാദികൾ മര്യാദയ്ക്ക് വായിക്കാഞ്ഞിട്ടാണ്. ഒരു ടീച്ചർ പെൺകുട്ടിയെ ഒരു അബദ്ധസഞ്ചാരത്തിലേക്ക് സ്വയം അറിഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുന്നതായിട്ടാണ് ആ നോവൽ തുടങ്ങുന്നത്. ഇത് അബദ്ധസഞ്ചാരമായിട്ടാണ് അന്ന് ആളുകൾ വിചാരിക്കുക. അത് അബദ്ധസഞ്ചാരമല്ല, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഏറ്റവും വലിയ താക്കോലാണ്. ഒരു കൗമാരപ്രായക്കാരിയായ കുട്ടിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ വീട്ടുകാരറിയാതെ, ടീച്ചർ അറിയാതെ ഒരു രാത്രിയോ ഒരു ദിവസമോ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ടീച്ചറാണ് വിമല. ആ വിമല അത് അനുഭവിച്ചിട്ടുണ്ട്. സുധീർ കുമാറിനോട് അവൾക്ക് പ്രണയമുണ്ട്. ഒരിക്കലും വരില്ലെന്നറിയാം, എന്നിട്ടും കാത്തിരിക്കുന്നുണ്ട്. ബുദ്ധുവിൻ്റെ പിതാവ് ആരാണെന്ന് ബുദ്ധുവിന് അറിഞ്ഞുകൂടാ. അവിടെ വന്ന ഏതോ ഒരു സഞ്ചാരിയുടെ ഒരു കുട്ടിയാണ്. ആ അമ്മ കൊടുത്തൊരു ഫോട്ടോയാണ് അവൻ്റെ കയ്യിലുള്ളത്. ഏതെങ്കിലും കാലത്ത് അച്ഛൻ വരും എന്നവൻ വിചാരിക്കുന്നുണ്ട്. വരുമില്ലേ മേം സാബ്? എല്ലാ സീസണിലും മഞ്ഞുരുകി തുടങ്ങുമ്പോൾ അവൻ ചോദിക്കും, വരും, വരാതിരിക്കില്ല എന്ന് മറുപടി പറയും. ഇതാണ് MTയുടെ കൃതിയിലേക്കുള്ള താക്കോൽ. വരും, വരാതിരിക്കില്ല, ഒരു പ്രത്യാശ ഉൽപ്പാദിപ്പിക്കുന്നു. ഭീമനല്ല മഹാഭാരതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം. പക്ഷെ ഭീമന്റെ ഉള്ളിലെ MTക്ക് ഇരിക്കാൻ പറ്റും. ഭീമൻ മന്ദനാക്കപ്പെട്ടവനാണ്. ഇത്രയേറെ കരുത്തുള്ളൊരു കഥാപാത്രം മഹാഭാരതത്തിൽ വേറെയില്ല. ഇത്രയൊക്കെ കരുത്തുണ്ടായിട്ടും മന്ദനും തത്വചിന്ത അറിയാത്തവനും മോശക്കാരനും ആക്കപ്പെട്ട ഒരാളുടെ എന്ന് പറഞ്ഞാൽ ഒരു തിരസ്കൃതൻ്റെ, ഒരു അവഗണിതൻ്റെ, ഒരു നിന്ദിതയുടെ ഒക്കെ ഉള്ളിലാണ് MT ഇരുന്നത്. MTയുടെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ അറിയാം. അസുരവിത്തായി അപഹസിക്കപ്പെട്ട, കുറ്റപ്പെടുത്തപ്പെട്ട, തോൽപ്പിക്കപ്പെട്ട, ചതിക്കപ്പെട്ട ഒരു ഗോവിന്ദൻകുട്ടിയാണ് അസുരവിത്തിലെ നായകൻ. ഒരു വണ്ടി തെറ്റിയത് കൊണ്ട്, ഒരു തോണി തെറ്റിയത് കൊണ്ട്, ഒരു വിള പിഴച്ചു പോയത് കൊണ്ടൊക്കെ ജീവിതം വഴിതെറ്റിപ്പോയ മനുഷ്യർ. കാലം ഒരു പ്രധാന സ്വാധീന ശക്തിയാണെന്ന് സേതു മാത്രമല്ല തിരിച്ചറിയുന്നു. MTയുടെ മിക്കവാറും കഥകളിൽ അങ്ങനെയാണ്. ഒരു വണ്ടി തെറ്റിപ്പോയി. ബന്ധനം എന്ന സിനിമയിൽ ഒരു കഥയുടെ സിനിമാ രൂപമാണ്. രാവിലെയാണ് ഉണ്ണി ജോയിൻ ചെയ്തത്, അല്ല ഉച്ചതിരിഞ്ഞാണ് ഉണ്ണി ജോയിൻ ചെയ്തത്. രാവിലെ സൗദാമിനി ജോയിൻ ചെയ്തു. സൗദാമിനിയും ഉണ്ണിയും തമ്മിലൊരു നിശബ്ദ പ്രണയമൊക്കെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം വേറെ. പ്രൊമോഷൻ വന്നപ്പോൾ സൗദാമിനിക്കാണ് പ്രൊമോഷൻ കിട്ടുന്നത്. മേലുദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസമാണ് ജോയിൻ ചെയ്തത്, പക്ഷേ സൗദാമിനി രാവിലെ ജോയിൻ ചെയ്തു, ഉണ്ണി ഉച്ചയ്ക്ക് ശേഷമാണ് ജോയിൻ ചെയ്തത്, അതുകൊണ്ട് സീനിയോറിറ്റി നമുക്ക് സൗദാമിനിക്ക് കൊടുക്കേണ്ടി വരും. അതിന് ഉണ്ണിയുടെ പ്രതികരണം, ഒരു വണ്ടി തെറ്റിപ്പോയി, രാവിലെ വരേണ്ടതായിരുന്നു, ഒരു വണ്ടി തെറ്റിപ്പോയത് കൊണ്ടാണ് രാവിലെ വരാതെ പോയത്. സൗദാമിനിക്ക് ഉണ്ണിയോട് അഗാധമായ പ്രണയമുണ്ട്. പലതവണ അത് പ്രകടിപ്പിച്ചു. അയാൾ സ്ത്രീകളോട് അങ്ങനത്തെ ഒരു മമത, നല്ല ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരു പ്രണയത്തിന് പറ്റിയൊരു മാനസികാവസ്ഥയല്ല. അവൾ ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം? കരയണോ? നിന്റെ കാല് പിടിക്കണോ? ഒരുപക്ഷെ അത്ര ധീരമായിട്ടൊരു പ്രണയിനി ഒരു കാമുകനോട് പുതിയ കാലത്തും ചോദിക്കുന്നില്ല, അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? കരയണോ? നിന്റെ കാല് പിടിക്കണോ? അതിനൊന്നും മറുപടി പറയില്ല. പിന്നീട് അയാൾ നാട്ടിൽ പോകും. നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇളയമ്മ, അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച ഇളയമ്മയോ അവരുടെ മകളും, ആ സിനിമ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അയാൾ ഈ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച അനാഥനായി നാട് വിട്ടൊരാളാണ്. തിരിച്ചു ചെല്ലുമ്പോൾ അനാഥരായി പോയ ആ രംഗുക ഗംഭീരാണ്. ഇദ്ദേഹം വരുമ്പോൾ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദം, പാല് കറക്കാൻ വേണ്ടി ആടിനെ പോയി പിൻകാൽ പിടിച്ച് കറുത്ത് പാല് കൊണ്ടുവരുന്ന ഒരു ജ്യേഷ്ഠൻ വന്നതിലെ സനാഥത്വം ആ കുട്ടി അനുഭവിക്കുന്നതൊക്കെ ആ കഥയിൽ പറയുന്നത്. അങ്ങനെ ഒരു സനാഥനാവുന്നു പിന്നീട് അയാൾ. തനിക്കൊരു സഹോദരിയുണ്ട്. അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണെങ്കിലും അന്ന് അയാൾ വെറുത്തിരുന്നെങ്കിലും അയാളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയായിട്ട് അമ്മയുണ്ട്. അപ്പോൾ അയാൾ മനസ്സിൽ തീരുമാനിക്കുന്നൊന്നും പറയുന്നില്ല. അമ്മയോടും സഹോദരിയോടും പോകുമ്പോൾ പറയും, നിങ്ങൾ രണ്ടുപേരും വരേണ്ടി വരും, ഒരു കാര്യമുണ്ട്, ഞാൻ എഴുതും, അപ്പോൾ രണ്ടാളും വരണം. എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. കടവത്തെത്താൻ പുറപ്പെട്ടപ്പോൾ ഒരു കത്ത് പല സ്ഥലത്തേക്ക് പലയിടത്തും റീഡയറക്റ്റ് ചെയ്തൊരു കത്താണ് വരുന്നത്. ആ കത്ത് സൗദാമിനിയുടെ വിവാഹ ക്ഷണപത്രമാണ്. ആ കല്യാണം മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അയാൾ പോകുന്നത്. അമ്മയും സഹോദരിയും വരണം. കടവത്ത് ചെല്ലുമ്പോൾ തോണി കടവ് വിട്ട് കുറെ ദൂരെത്തി. പോരുന്നുണ്ടോ എന്ന് തോണിക്കാരൻ ചോദിച്ചു. തിരക്കില്ല. ഒരു തോണി തെറ്റി.
ഒരു വണ്ടി തെറ്റി കാലം മനുഷ്യനെ മാറ്റും. അതുകൊണ്ട് മനുഷ്യനിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ അതിസൂക്ഷ്മമായിട്ടാണ് എം ടി കഥയ്ക്കുള്ളിൽ കാലത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. കാലത്തെ, പ്രകൃതിയെ. പ്രകൃതി എം ടിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പലയിടത്തും അലഞ്ഞിട്ടുണ്ട്. എം ടിയുടെ പ്രശസ്തമായ വാചകമുണ്ടല്ലോ, പലയിടത്തും പോയിട്ടുണ്ട്, പല സ്ഥലത്തും അലഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. അത് എം ടി രചനകൾക്കൊരു താക്കോലാണ്. അതായത് പല സ്ഥലങ്ങളിൽ നിങ്ങളൊക്കെ സിംഗപ്പൂർ വന്നു, പലയിടത്തും വന്നു, പക്ഷെ നിങ്ങളുടെ ഏകാന്ത നിമിഷങ്ങളിൽ നിങ്ങൾക്കൊരു നദീതീരമോ ഒരു ഗ്രാമമോ ഉണ്ട്. ഇത് എം ടി അതിസൂക്ഷ്മമായി എഴുതിയ ഒരു കഥയാണ്. എവിടേക്കോ ഒരു വഴിയാണ് തോന്നുന്നു, അത് എവിടേക്കോ ഒരു വഴി. അതിൽ ഈ കഥാപാത്രത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പയ്യനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകും. സത്താറയിലേക്കാണ് ഓടിപ്പോകുന്നത്. ഓടിപ്പോയി അവനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരും. സഹോദരി പറഞ്ഞ സത്താറയിൽ അവന് ആരുമില്ല, അവിടെ ഒരു ഗ്രാമമുണ്ട് സത്താറയ്ക്കടുത്ത്, അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിനടുത്തിലൂടെ ഒരു ഇടവഴിയുണ്ട്, ഇടവഴി ചെന്ന് കയറുന്നിടത്താണ് അവൻ്റെ വീട്. അവൻ കണ്ടിട്ടില്ല, അവൻ്റെ തള്ള പറഞ്ഞു കൊടുത്ത വിവരമേ ഉള്ളൂ. അവിടേക്കാണ് ഈ ചെറുക്കൻ ഓടിപ്പോകുന്നത്. 3-4 തവണ ഓടിപ്പോയി തിരിച്ചു പിടിച്ചു കൊണ്ടു. അവസാനം കഥാനായകൻ ചെല്ലുമ്പോഴും അവൻ ഓടിപ്പോയിരിക്കുകയാണ്. ആരും കാണാതെ മതിൽ ചാടിയിട്ടാണ് ആ ചെറുക്കൻ ഓടിപ്പോയത് സത്താറയിലേക്ക്. അവിടെ അവന് ആരുമില്ല, അവന് ഭ്രാന്ത. അപ്പോൾ കഥാപാത്രം നായകൻ വിചാരിക്കുന്നുണ്ട്, ശരിയാണ്, ഓടിക്കൊണ്ടേയിരിക്കും. ദൂരെ ഒരു ഗ്രാമത്തിലേക്ക്, സത്താറയിലേക്ക്, അവിടെ ഒരു വഴിയിലേക്ക്, ക്ഷേത്രത്തിനടുത്തേക്ക്, ആ വഴി അവസാനിക്കുന്ന ഒരു വീട്ടിലേക്ക്. ഇതൊരു പക്ഷേ സിംഗപ്പൂരിൽ നിന്ന് നിങ്ങൾ പലപ്പോഴും ഓടിപ്പോയതാണ്. എത്രയോ മനുഷ്യർ ഇവിടെ ഇരുന്നുകൊണ്ട് ഏതോ ഒരു നാട്ടുവഴിയിലേക്ക്, അവിടെ ഒരു ക്ഷേത്രത്തിനടുത്തേക്ക്, നിങ്ങളുടെ ബാല്യകാല പരിചിതമായിരുന്ന മിസ്റ്റോമാനി എന്നറിഞ്ഞ ഏതോ നിങ്ങളുടേതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന സ്വന്തം ഇടത്തേക്ക് 1000-ഓ 10,000-ഓ ലക്ഷമോ കോടിയോ തവണ ഓടിക്കൊണ്ടേയിരിക്കുന്ന അനേക കോടി മനുഷ്യർ ലോകത്തുണ്ട്. ആ മനുഷ്യരുടെ ആ മനോഭാവത്തോടാണ് എം ടി എപ്പോഴും സംവദിച്ചത്. ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് വിചാരിക്കുന്ന ഒരു വെറും ഗ്രാമീണനാണ് ഞാൻ. ഇത് എം ടിയുടെ ഒരു കഥാപാത്രം പറയുന്ന വാചകമാണ്. ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വെറും ഗ്രാമീണനാണ് ഞാൻ. അതായിരുന്നു എം ടി. കൂടല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ 16 വയസ്സ് വരെ 17 വയസ്സ് വരെ ജീവിച്ച ആളാണ്. അത് കഴിഞ്ഞ് പാലക്കാടേക്ക് പഠിക്കാൻ പോയി. അവിടെ നിന്ന് കോഴിക്കോട് വന്നു. പിന്നെ കോഴിക്കോടായിരുന്നു മിക്കവാറും. വല്ലപ്പോഴുമാണ് എം ടി കൂടല്ലൂരിലേക്ക് വന്നിട്ടുള്ളത്. എം ടി കൂടല്ലൂർ വരുമ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ചെറിയമ്മ മരിക്കുന്നത് വരെ എം ടി ചെറിയമ്മയെ കാണാൻ പോകും. ചെറിയമ്മയെ കാണാൻ ഞാനും പോയിട്ടുണ്ട്. ആ വഴിയിലേക്ക് പോകുന്ന എം ടി എന്ന മനുഷ്യൻ്റെ അകത്തെ കുട്ടിയെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വളരെ കൗതുകത്തോടു കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരിക്കൽ എന്നോട് ചോദിച്ചു, കണ്ണാന്തലി കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ നോക്കിയിട്ട് പുറകലായിരുന്നു. കണ്ടാൽ പറയണം, അത്രേ പറഞ്ഞുള്ളൂ. പിന്നീടാണ് ഞാൻ കണ്ണാന്തലിപ്പൂക്കളുടെ കാലം. കണ്ണാന്തലിപ്പൂക്കൾ നിറഞ്ഞ പറക്കുളം മേച്ചിൽപ്പുറത്ത് ഒറ്റ കണ്ണാന്തലിപ്പൂ പോലും കാണാനില്ല. തൻ്റെ ഗ്രാമത്തിലൊരു കണ്ണാന്തലി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേവലാതി പൂണ്ടൊരാളുണ്ട്. ഈ പുഴയിലെ ഓളവും ഒഴുക്കും നിലയ്ക്കുന്നത് വരാനിരിക്കുന്ന ഒരു വിപത്തിൻ്റെ സൂക്ഷ്മമായ മുന്നറിയിപ്പും സൂചനയുമാണ് എന്ന് മുൻകൂട്ടി കണ്ട ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനേക്കാൾ പരിസ്ഥിതി വികാരത്തെ പ്രക്ഷേപിച്ച ഒരു എഴുത്തുകാരൻ. എം ടിയുടെ രചനകളിലുടനീളം അത് കൃത്യമായിട്ട് താര പറഞ്ഞു. പ്രകൃതമായി നിൽക്കുന്നുണ്ട്. പ്രകൃതി ഇല്ലെങ്കിൽ, ആ പ്രകൃതിയിലല്ലാതെ, മഞ്ഞിലല്ലാതെ, നൈനിത്താളിലല്ലാതെ വിമലയ്ക്കും ബുദ്ധുവിനും കാത്തിരിക്കാൻ പറ്റില്ല. ആ സ്ഥലം മാറ്റിയിട്ട് സിംഗപ്പൂരിലാക്കിയാൽ ആ കഥയ്ക്ക് ആ ജീവിതം ഉണ്ടാവില്ല. മഞ്ഞ്, പ്രകൃതി, അതിലെ ഉടനീളം ഉണ്ടല്ലോ. കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞുരുകുന്നു. സുധീർ കുമാർ മിശ്രയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, അപ്പോൾ എണ്ണമിനിപ്പ് കിനിഞ്ഞിറങ്ങി കണ്ണ് കാണാതായി പോയ നിമിഷത്തിനപ്പുറം യുഗങ്ങൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ വീണ്ടും നൈനിത്താളിൽ മഞ്ഞ് എന്നാണ്. ഈ മഞ്ഞ് ഒരുപക്ഷെ വികാര തീവ്രമായ ഒരു നിമിഷത്തിന് ശേഷം ഒരു മഞ്ഞിലേക്ക് ക്യാമറ തിരിക്കുന്നു. മഞ്ഞില്ലാതെ ആ കഥ നിലനിൽക്കില്ല. മഞ്ഞിൻ്റെ മടുപ്പിക്കുന്ന ഏകാന്തത, മഞ്ഞിൻ്റെ തീവ്രമായ മരവിപ്പ്, ആ മരവിപ്പാണ് ആ കാത്തിരിപ്പ്. അത് മഞ്ഞിനോട് ചേർന്നേ വരുള്ളൂ. ഇങ്ങനെ കാവ്യസഹജമായ അത് എല്ലാ രചനകളിലുണ്ട്. ഭീമന്റെ ജീവിതം പറയുന്നിടത്ത് ഏറ്റവും തീക്ഷ്ണമായ ഒരു ദളിത് കാഴ്ച, ഭീമന്റെ ആദ്യത്തെ ഭാര്യ, അല്ലെങ്കിൽ ആദ്യം അയാൾ കല്യാണം കഴിക്കുന്നത് ഹിഡുംബിയാണ്. അയാൾക്ക് ആദ്യത്തെ പ്രണയിനിയും ഹിഡുംബിയാണ്.
ഹിഡുംബിയിലുണ്ടായ മകനാണ് ഘടോൽക്കജൻ. ഘടോൽക്കജനെ കുറിച്ച് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർണൻ അർജുനനെ കൊല്ലാൻ വേണ്ടി മാത്രം ഏകപുരുഷ ഖാദിനി എന്ന വേൽ കാത്തു വെച്ചിരിക്കുകയാണ്. അമ്മയോട് കുന്തിയോട് കുന്തിയുടെ മകനാണ് താനെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ പറയുന്നത്, അമ്മയ്ക്ക് ഏതായാലും 5 പുത്രന്മാർ ബാക്കിയുണ്ടാവും, ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ജന. അപ്പൊ അർജുനനെ താനായിട്ട് അവസാനിപ്പിക്കും എന്ന് തീരുമാനിച്ച ആളാണ്, സഹോദരനാണെന്ന് പറഞ്ഞിട്ടും. അതിനുവേണ്ടിയാണ് ഇന്ദ്രൻ വന്ന് കവചകുണ്ടലങ്ങൾ കവർന്നു പോയപ്പോൾ ഏകപുരുഷ ഖാദിനി എന്നൊരു വേൽ കാത്തു സൂക്ഷിച്ചത്. ഈ ഘടോൽക്കജൻ വന്ന് കൗരവപ്പടയാകെ തകർത്ത് തരിപ്പണമാക്കി. ഘടോൽക്കജന്റെ യുദ്ധം 2-ാം ഊഴത്തിൽ വർണ്ണിച്ച ഭാഗം നിങ്ങൾ ആലോചിക്കണം. അതിഗംഭീരമായൊരു വർണ്ണനയാണ്. ശരിക്കും എഴുത്തച്ഛന് പോലും ആ യുദ്ധം ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റില്ല. അങ്ങനെ കൗരവപ്പടയുടെ അക്ഷൗഹിണികളെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഗത്യന്തരമില്ലാത്തൊരു നിമിഷത്തിൽ അർജുനനോട് കൃഷ്ണൻ പറയും, ഏകപുരുഷ ഖാദിനി എന്ന വേല് ഇനി കാത്തുവെക്കണ്ട, അർജുനന് വേണ്ടി കാത്തുവെക്കണ്ട, ഇവൻ അവസാനിപ്പിക്കണം. അങ്ങനെ ഘടോൽക്കജൻ വീണു. അന്ന് രാത്രി പടകുടീരങ്ങളിൽ മുഴുവൻ വെളിച്ചം കെട്ടുപോയി, ഇരുട്ട് നിൽക്കുകയാണ് ഭീമൻ. അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അകലെ ധർമ്മപുത്രരും പാണ്ഡവരും വിഷാദമഗ്നരായി നിൽക്കുന്നത് കാണാം. ആ വിഷാദത്തിലേക്കാണ് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പ്രവേശിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ഇത് ദുഃഖിക്കേണ്ട സമയമല്ല. എന്തിനാണ് ദുഃഖിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അവൻ പോകും. ഇപ്പോൾ ഇങ്ങനെ മരിച്ചത് നന്നായി, ഇല്ലെങ്കിൽ കൊല്ലേണ്ടി വരും. അവൻ കാട്ടാളനാണ് എന്ന് മറക്കരുത്. പാണ്ഡവനാണെങ്കിലും കാട്ടാളനാണ് എന്ന് മറക്കരുത്. അത് ഇരുട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഭീമൻ. അപ്പോൾ ഭീമന്റെ വിചാരങ്ങൾ അതിൽ എഴുതി വെച്ചാൽ ആ ഭാഗം ഒന്ന് വീണ്ടും വായിച്ചു നോക്കിയാൽ, തൻ്റെ ഔരസപുത്രൻ, തൻ്റേതെന്ന് തനിക്ക് അഭിമാനിക്കാവുന്ന പുത്രൻ. ദ്രൗപദിയുടെ പുത്രന്മാരൊക്കെ ഒരാളുടെ അല്ലല്ലോ, 5 പേർക്ക് അവകാശമുള്ളതാണ്. തൻ്റേതെന്ന് തനിക്ക് അഭിമാനത്തോടെ പറയാവുന്നവൻ കാട്ടാളനായതുകൊണ്ട് മാത്രം, ആദിവാസി ആയതുകൊണ്ട് മാത്രം ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊല്ലേണ്ടി വരും എന്ന ഒരു ക്ഷത്രിയ തന്ത്രം മാധവൻ ശ്രീകൃഷ്ണൻ പറയുന്നത് കേട്ട് കരയുന്നൊരു പിതാവുണ്ട്. ഒരു പക്ഷേ ദളിത് സാഹിത്യത്തിൽ ഇല്ലാത്തത്രമേൽ ദളിത് അല്ലെങ്കിൽ ദളിത് എന്നോ ആദിവാസിയെന്നോ, ആദിവാസിയോട് നമുക്കിപ്പോഴും അങ്ങനത്തെ എമ്പതി ഉണ്ടോ? ഞാനൊരിക്കൽ പറഞ്ഞു, ബത്തേരിയിലൊരു അപകടം ഉണ്ടായി, 5 പേര് മരിച്ചു. ചായപ്പടിയിൽ ചർച്ച ചെയ്യണം, 5 പേര് മരിച്ചു എന്ന് പറയണ. 5 പേര് മരിച്ചില്ല, 3 ആളെ മരിച്ചിട്ടുള്ളൂ. അല്ലല്ല, 5 പേര് മരിച്ചു എന്നാണല്ലോ കേട്ടത്. 2 ആദിവാസികളാണ്, എന്നല്ല 2 മനുഷ്യരല്ല. അങ്ങനെ ഒരു ബോധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മലയാളിയുടെ ഉപബോധത്തിലാണ് കാട്ടാളനായാൽ കൊല ചെയ്യപ്പെടേണ്ടി വരുമെന്ന അക്കാലത്തെ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ നീതിശാസ്ത്രത്തെ കണ്ണുനീരുകൊണ്ട് MT നേരിടുന്നത്. ഭീമന്റെ കണ്ണുനീര് കൊണ്ടാണ് MT നേരിടുന്നത്. MT ആയുധം കൊണ്ടല്ല നേരിടുന്നത്, MT കണ്ണുനീര് കൊണ്ടാണ് നേരിടുന്നത്. അതിൽ ഭീമൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഇത് MTയുടെ പ്രതീകം. MT ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. വടക്കേ വീട്ടിൽ നിന്ന് ചങ്ങല കെട്ടഴിച്ച് മാളെടുത്തി ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് ഇരുട്ടിൽ നിന്ന് ആ നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങനെ തന്നെ MT പറഞ്ഞു, നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് വേലായുധേട്ടൻ കയറി വന്ന രംഗം. വേലായുധേട്ടന്റെ കഥയ്ക്ക് അദ്ദേഹം കൊടുത്ത പേര് ഇരുട്ടിന്റെ ആത്മാവാണ്, സോൾ ഓഫ് ഡാർക്ക്നെസ്. അങ്ങനെ ഒരു പേര് മലയാളത്തിൽ അതിന് മുമ്പ് ആരും ആലോചിച്ചില്ല. ഇരുട്ടിന്റെ ആത്മാവാണ്. ഇരുട്ടിലകപ്പെട്ടു പോയ, ഇരുട്ടിലേക്ക് തള്ളി മാറ്റപ്പെട്ട ഏകാകികളിൽ ഏകാകിയായ ഒരു മനുഷ്യന്റെ ആത്മാവാണ് ആ വെളിച്ചത്തിലേക്ക് കയറി വരുന്നത്. വേലായുധന്റെ ഉള്ളിലിരുന്നിട്ടാണ് MT കഥ പറഞ്ഞത്. ഒരു പക്ഷേ ഇന്ന് ഡിഫറൻഷ്യലി ഏബിൾ എന്നേ പറയുള്ളൂ. നമ്മളിന്ന് ഭ്രാന്തൻ, അങ്ങനത്തെ ഒരാളെ ഭ്രാന്തൻ എന്ന് പറയില്ല. വേലായുധൻ ഭ്രാന്തനല്ല, മാനസികമായി കുറച്ച് വളർച്ച കുറവുള്ളവരാണ്. പക്ഷെ നിരന്തരം അവൻ ഭ്രാന്തനാക്കപ്പെടുന്നു. നിങ്ങളെ കഥ വായിച്ച ആളുകളാണ്. അച്ഛനായർ നിരന്തരം തല്ലുന്നു, മന്ത്രവാദികൾ തല്ലുന്നു, എത്രയോ മന്ത്രവാദികൾ കൊടുക്കേണ്ടി വരുന്നു. ബുദ്ധി ഉറക്കാത്ത കുട്ടിയാണ്, ഭ്രാന്തനെന്ന് നാട്ടുകാരും വീട്ടുകാരും തെരുവ് പിള്ളേരും നിരന്തരം ഭ്രാന്തനെന്ന് വിളിച്ച് കുക്കി വിളിക്കുന്നു. പക്ഷേ അയാൾ ഭ്രാന്തനല്ലാതാകുന്നത് അമ്മുക്കുട്ടി വരുമ്പോൾ മാത്രമാണ്. അമ്മുക്കുട്ടിയുടെ അടുത്ത് മാത്രം അയാൾക്ക് മറ്റൊരിടം, അമ്മുക്കുട്ടി മനുഷ്യൻ എന്നൊരു പരിഗണന പലപ്പോഴും വേലായുധേട്ടന് കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ വേലായുധേട്ടൻ ചോദിക്കുന്നുണ്ട്, അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ. ഇപ്പോഴും അത് കണ്ണുനീരോടെ നമുക്ക് വായിക്കാൻ പറ്റും. അമ്മുക്കുട്ടിയെ ഒരു പ്രണയത്തിൻ്റെ അത് പല സ്ഥലത്തും 4 കെട്ടിലൊക്കെ പറയുന്നുണ്ട്, വിരലിന്മേലിങ്ങനെ തൊട്ടു. അപ്പോൾ സുമിത്ര പറയും, മോതിരം ഇരുമ്പിൻ്റെ അതാണ് കുട്ടി, ചെട്ടികളുടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആ തൊടലിൻ്റെ ഉദ്ദേശം സുന്ദരയ്ക്ക് മനസ്സിലായി. പക്ഷെ ആ സിറ്റുവേഷനെ MT ടാക്കിൾ ചെയ്യുന്ന രീതി പറയും. അതുപോലെ അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ. അതേ അമ്മുക്കുട്ടി അവസാനം തിരുപിള്ളർ ഭ്രാന്തൻ ഓടിച്ച് ചോര ഒലിച്ചു വരുന്ന വേലായുധനെ ചൂണ്ടി അയ്യോ ഭ്രാന്തൻ എന്ന് പറയുന്ന നിമിഷത്തിലാണ് സ്വയം തകർന്ന് തറവാട്ടുമുറ്റത്ത് വന്ന് അച്ഛനാരുടെ കാക്കൽ വീണ് എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലക്കിടൂ എന്ന് പറയുന്നത്. ഇത് ഈ ഏകാഗിയുടെ
ഒറ്റപ്പെടുത്തപ്പെട്ടവൻ്റെ, ദുഃഖിതരുടെ, നിരാശ്രയരുടെ, നിന്ദിതരുടെ, പാവപ്പെട്ടവരുടെ, പട്ടിണിക്കാരുടെ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏകാഗ്രതകളിലേക്കും പുറംപോക്കുകളിലേക്കും മാറ്റപ്പെട്ടവരുടെ ഉള്ളിലിരുന്ന് അവരായി മാറി എം ടി എഴുതിയത് കൊണ്ടാണ് എൻ്റെ കഥയാണ് എം ടി എഴുതിയത്. 4 കെട്ടിലെ അപ്പുണ്ണി ഞാനാണ്. മാവേലിക്കര നിന്ന് ആർ നരേന്ദ്രപ്രസാദ് കൂടലൂർ വന്ന് പ്രസംഗിച്ചു. മാവേലിക്കരക്കാരെ കൂടി ഇരിക്കുന്നു. എം ടി വാസുദേവൻ നായർ എന്നെ മോഷ്ടിച്ചെഴുതിയതാണ്. പട്ടിണി കിടക്കുന്ന ഏതോ ഏകാന്ത രാത്രികളിൽ ഉള്ളിച്ചോറുണ്ടാക്കി തന്നത് എൻ്റെ അമ്മയാണ്. അതെങ്ങനെ എം ടി വാസുദേവൻ നായർ അറിഞ്ഞു? ഞാനാണ് അപ്പുണ്ണി. ഇത് നരേന്ദ്രപ്രസാദ് പറഞ്ഞതാണ്. ആയിരക്കണക്കിന് ആളുകൾ വിചാരിച്ചിട്ടുണ്ട്, ആ സിറ്റുവേഷൻ വായിച്ചിട്ട് ഞാനാണ് അപ്പുണ്ണി. ഞാനാണ് ഗോവിന്ദൻകുട്ടി എന്ന് വിചാരിച്ച ആളുകളുണ്ട്. ഞാനാണ് വിമല എന്ന് വിചാരിച്ച എത്രയോ വായനക്കാരുണ്ട്. ഞാനാണ് ബുദ്ധു എന്ന് വിചാരിച്ച എത്രയോ വായനക്കാരുണ്ട്. ഞാനാണ് സേതു, ഞാനാണ് സുമിത്ര, ഞാനാണ് കോന്തുണ്ണി നായർ, ഞാനാണ് ഭീമൻ എന്ന് വിചാരിച്ച ആളുകളുണ്ട്. ഭീമനാവാൻ സാധ്യതയില്ലെങ്കിലും ഈ ഭീമന്റെ മനസ്സുള്ള ആളാണ് ഞാൻ. എത്ര കരുത്തുണ്ടായിട്ടും ഞാൻ അവഗണിതനായി, ഞാൻ നിന്ദിക്കപ്പെട്ടു, ഞാൻ അവഗണിക്കപ്പെട്ടു, ഞാൻ കൊള്ളരുതാത്തവനാക്കപ്പെട്ടു. ഇത് മനുഷ്യൻ്റെ ഒരു പ്രാഥമികമായ അനാഥത്വമാണ്. ഈ അനാഥത്വത്തോട് ഹൃദയദ്രവീകരണക്ഷമമായ ഭാഷയിൽ സംവദിച്ചു എന്നതാണ് 7.5 പതിറ്റാണ്ട് കാലം ഒരേ വികാര തീവ്രതയോടുകൂടി എം ടിയെ നിലനിർത്തിയത്. എം ടിയേക്കാൾ മികച്ച എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറഞ്ഞാലും 8 കാലി മമ്മൂഞ്ഞ് ഞാനാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു? പൊൻകുരിശ് തോമ ഞാനാണെന്ന് തോന്നുന്നു? റബ്ബർ മൂക്കൻ ഞാനാണെന്ന് തോന്നുന്നു? അതിലൊരു കഥാപാത്രം ഞാനാണെന്ന് തോന്നുന്നില്ല. അതിലൊക്കെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ എം ടി ഇത്രമേൽ സ്വാനുഭവത്തിലേക്ക് എഴുത്തിനെ കൊണ്ടുവന്ന എഴുത്തുകാർ എം ടിക്ക് മുമ്പുണ്ടായിട്ടില്ല. എം ടിക്ക് മുമ്പ് കഥ പറയരുത്. എം ടി കഥ ആത്മകഥാഖ്യാനമായിട്ട് പറയും. ഞാനാണ് കഥ പറയുന്നത്. പക്ഷെ ഞാനെന്ന് എം ടി പറയുന്നില്ല. എം ടിയുടെ രചനാരീതി നോക്കിയാൽ പുറത്തിറങ്ങി നോക്കി, ആരെയും കാണാനില്ല. പിള്ളേരുടെ കൂക്കുവിളി കേട്ടു. ഞാൻ പുറത്തിറങ്ങി നോക്കി എന്ന് പറയുന്നില്ല. ഉത്തമ പുരുഷ സർവനാമം ഒരിടത്ത് ഉപയോഗിക്കുന്നില്ല. ഈ പുറത്തിറങ്ങി നോക്കിയത് വായിക്കുന്ന ആളാവാം, പുറത്തിറങ്ങി നോക്കിയത് വേലാതൻകുട്ടിയാവാം. എം ടിയുടെ കഥ മുഴുവൻ വായിച്ചു നോക്കൂ. പലയിടത്തും ഞാനില്ല, അവനില്ല, അയാളില്ല, വിമലയില്ല. പക്ഷേ ആ ആഖ്യാനമുണ്ട്. കുറച്ചു നേരം കൂടി സൂക്ഷിച്ചു നോക്കി, മനസ്സിലായില്ല. ഞാൻ സൂക്ഷിച്ചു നോക്കിയെന്നില്ല, സേതു സൂക്ഷിച്ചു നോക്കിയെന്നില്ല. അവിടെ നായകൻ ഈ വായിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ തന്നെയാണ് വായിക്കുന്ന ആൾ. ഞാൻ ഇറങ്ങി നോക്കി. ഞാൻ അങ്ങനെ എനിക്ക് തന്നെ തോന്നും ഞാനാണ് ഈ കഥ പറയുന്നത്. ഇങ്ങനെ സ്വാനുഭവത്തിലേക്ക് കഥാഖ്യാനത്തെ മലയാള കഥയിലും നോവലിലും ആദ്യമായി കൊണ്ടുവന്ന എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരാണ്. തൊട്ട് പിന്നാലെയാണ് മാധവിക്കുട്ടി വന്നത്. ഇടയിൽ എവിടെയോ പത്മനാഭനുണ്ട്. പത്മനാഭൻ പക്ഷേ സ്വാനുഭവത്തിലല്ല പലപ്പോഴും പറഞ്ഞത്, സർവനാമം ഉപയോഗിച്ചുകൊണ്ടാണ്, മറ്റൊരാൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതാണ് എം ടി ചെയ്ത ഒരു വലിയ ടെക്നിക്ക്. വായിക്കുന്നയാൾക്ക് ഞാനാണ് ഇതിൽ പെരുമാറുന്നത് എന്ന് തോന്നും. ഞാൻ തന്നെയാണ് ഭീമൻ. ഇതിന് എം ടി അതിസൂക്ഷ്മമായ ഒരു ക്രാഫ്റ്റ്. പലപ്പോഴും എം ടിയുടെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമുക്ക് പോകേണ്ടിയിരുന്ന വഴി ഇതിലേ അല്ല, നാഴികകൾ വളഞ്ഞു ചുറ്റി ഇതിലേ വന്നത്, ഞാൻ ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് നിന്നെ അറിയിക്കാനാണ്. അന്നും ഈ മുസാവരി ബംഗ്ലാവുണ്ട്. മുസാവരി ബംഗ്ലാവിനപ്പുറം താന്നിക്കുന്ന്, അതിനപ്പുറം പറച്ചിൽ പറക്കുളം മേച്ചിൽ പറമ്പ്, പഴയ കണ്ണാന്തളിപ്പൂക്കൾ. അതെ, എൻ്റെ ബാല്യം. പുഴയിൽ അന്നും കായ്കറികൾ ഉണ്ടായിരുന്നു. പാലത്തിൻ്റെ ചുവട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു കുമ്മട്ടിക്കായ അറുത്തെടുക്കും. അറുത്തെടുക്കുന്ന വിരലുകൾ ചാത്തുനായരുടേത്, കാവൽ നിൽക്കുന്ന കണ്ണുകൾ എൻ്റേത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 5 പേർ അത്താഴപ്പഷ്ണി കൂടാതെ കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. കാവൽ കിടക്കുന്ന ചാത്തുനായർക്കും അതിലൊരു പങ്കുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതം അല്ലേ? ഇത് ആ കാലത്ത് ജീവിച്ച അനേകരുടെ ജീവിതം. നാഴിയരിയുടെ ചോറും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 5 or 8 പേർ അത്താഴപ്പഷ്ണി കൂടാതെ കഴിഞ്ഞ കാലം, കാവൽ കിടക്കുന്നവർക്ക് പങ്കു കൊടുത്ത കാലം. അങ്ങനെ അർദ്ധപട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിഞ്ഞ കാലത്ത് നിന്ന് ജീവിതം തേടി പോയ ആളുകളുടെ തലമുറയുടെ കഥയാണ് എം ടി പറഞ്ഞത്. വാസ്തവത്തിൽ എം ടി പറഞ്ഞത് 50കളിൽ ഭാസ്യേട്ടൻ്റെ കാലത്തെ തലമുറയുടെ കഥ. 52-ൽ ഇവിടെ വന്ന ആളാണ് ഭാസ്യേട്ടൻ. ഇന്ന് ഭാസ്യേട്ടൻ ചോദിച്ചാൽ ആ കാലത്തെ എല്ലാ ഓർമ്മകളും ഉണ്ടാവും. ഇപ്പോഴും ആ കാലത്തെ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അങ്ങനെ സ്വജീവിതം തേടി സിംഗപ്പൂരും മലയാളിലും ഒക്കെ പോയ ആളുകളുടെ ഒരു തലമുറ. അവർക്ക് പോരുമ്പോൾ ജീവിതത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി പോകുന്നതാണ്. പിന്നീട് അവരവിടെ ഏകാന്ത നിമിഷങ്ങളിൽ ഇരുന്ന് ഓർക്കുന്നതായിട്ടാണ് എം ടി മിക്കവാറും കഥകൾ. സിംഗപ്പൂരൊക്കെ പോയ എത്രയോ ആളുകളുണ്ട്. അതിൽ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ശരിക്കും അറിയില്ല, അറിയും. സിംഗപ്പൂർക്ക് പോണതിന് മുമ്പ് കുറ്റിബീടി പെറുക്കി വലിച്ച് നടന്നിരുന്ന കാലം തൊട്ടേ അറിയും. അതുകൊണ്ടാണ് പറയണത്. ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ കഥാപാത്രത്തിൽ പറയും. അപ്പോൾ അവിടെ സിംഗപ്പൂരിലേക്ക് ഒന്നുമല്ലാതെ പോകുന്ന ആളുകൾ
യുടെ ജീവിതവും പറയുന്നുണ്ട്. കൊളംബിൽ നിന്ന് പോകുന്ന ആളുകൾ കൊളംബിലേക്ക് അച്ഛനെ തേടി പോകുന്ന കഥയാണ് കടുകണ്ണാവ. കടുകണ്ണാവയിൽ അച്ഛൻ്റെ സ്ഥലമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പായൽ തിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നത്, അത് നമുക്ക് പൂരിപ്പിക്കാൻ വിട്ടുതന്നുകൊണ്ട് അവസാനിപ്പിച്ചൊരു കഥയാണ്. കടുകണ്ണാവ ഒരു വല്ലാത്ത കഥയാണ്. അത് ആദ്യത്തെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയുടെ ബാക്കിയാണ്. അച്ഛന് കൊളംബിൽ ഒരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു എന്ന് പറയാതെ പറഞ്ഞ് കേട്ടതിൽ നിന്ന് ഈ ലീല വരുന്നുണ്ട്. ലീല വന്ന് ലീല തിരിച്ചു പോകുന്നു. ആ തിരിച്ചു പോകലൊക്കെ വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമാണ്. ആ സഹോദരി ഇല്ല, 4 സഹോദരന്മാരേ ഉള്ളൂ. MT സഹോദരന്മാർ 4 പേരാണ്. MT ഗോവിന്ദൻ നായർ, MT ബാലകൃഷ്ണൻ നായർ, കൊച്ചുണ്ണേട്ടൻ എന്ന് വിളിച്ചിരുന്ന, അതിൻ്റെ ശരിക്കും പേര് എന്താണെന്നറിയില്ല, കൊച്ചുണ്ണേട്ടൻ, പിന്നെ വാസുവൻ നായർ. 4 സഹോദരന്മാരേ ഉള്ളൂ, സഹോദരിമാരില്ല. അച്ഛൻ്റെ മകളായ ഒരു സഹോദരി ഒന്ന് മടങ്ങിപ്പോകുന്നതിൻ്റെ ആ കഥയിൽ നിന്നാണ് ശരിക്കും കടുകണ്ണാവ വരുന്നത്. ഇപ്പം MT പറഞ്ഞത് പുഴയോര ഗ്രാമത്തിൻ്റെ കഥകളാണ്. എവിടെ പോകുമ്പോഴും നക്ഷത്രങ്ങൾ പൂത്തു നിറഞ്ഞ ഒരു ആകാശ ചെരുവ് പോലെ ആ പുഴയോര ഗ്രാമം MTയെ പിന്തുടർന്നു. നക്ഷത്രങ്ങൾ പൂത്തു നിറഞ്ഞ ആകാശം നോക്കി നടന്നു നോക്കിയിട്ടുണ്ട്. നമ്മൾ പോകുമ്പോഴൊക്കെ ഈ നക്ഷത്രങ്ങൾ കൂടെ വരും. നക്ഷത്രങ്ങൾ പൂത്തു നിറഞ്ഞ ഒരു ആകാശ ചെരുവ് പോലെ നിളാതീരത്ത് നിന്ന് MTയുടെ കൂടെ പോകുന്ന ജീവിതമാണ് MT എഴുതിയത്. എൻ്റെ നോട്ടത്തിൽ MTയുടെ ഏറ്റവും മികച്ച നോവൽ അസുരവിത്താണ്, രണ്ടാമൂഴല്ല. അസുരവിത്ത് തുടങ്ങുന്നത്, നോക്കൂ എത്ര ക്രാന്തദൃശ്യത്തോടുകൂടി MT എഴുതിയത്. ശേഖരൻ മുതലാളി നാട്ടിലെ അമ്പലം പുതുക്കി പണിഞ്ഞു. അപ്പോൾ ഒരു മുസ്ലിം മുതലാളി കുന്നിൻ്റെ മുകളിൽ പള്ളി കയറ്റി. അതുവരെ മതമില്ലാതെ ജീവിച്ചൊരു സമൂഹമാണ്. മതത്തെക്കുറിച്ച് ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചിരുന്ന സമൂഹം 2 പുത്തൻ പണക്കാരുടെ ഇടപെടലോടുകൂടി മതാധിഷ്ഠിതമാണ്. അതിൽ കുഞ്ഞിമരക്കാർ എന്ന കഥാപാത്രം പറയുന്നുണ്ട്, 21-ലെ മലബാർ ലഹളയെക്കുറിച്ച് പറയാണ്. ലഹളക്കാലത്തൊരു വാക്കേറ്റം കൂടി ഉണ്ടാവാത്ത സ്ഥലമായത്. അന്ന് മക്കത്ത് പോയ വലിയ മുതലാളി വയസ്സ് ചെന്ന് കിടപ്പായിരുന്നു. ലഹളയുടെ വിവരങ്ങൾ അടുത്തടുത്ത് കേട്ടു തുടങ്ങി. എന്ത് ചെയ്യണം എന്ന് ഓരോരുത്തരും ആലോചിച്ചു. വിട്ടുപോകണമോ? അന്ന് മുതലാളി പറഞ്ഞു, പടച്ചോൻ്റെ വേണ്ടുകയുണ്ടായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരാളും ഈ നാട് വിട്ടു പോകണ്ട. ഒറ്റ മാപ്പിളയും ഹിന്ദുവിനെ തൊടൂല, ഒറ്റ ഹിന്ദുവും മാപ്പിളയെ തൊടൂല. അത് പറയാൻ 2 കൂട്ടരെയും മനസ്സിലാക്കിയ ഒരാണായിരുന്നു മൂപ്പര് എന്നാണ് ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശേഖരൻ മുതലാളി അമ്പലം പുതുക്കി പണിയുന്നു, മുസ്ലിം മുതലാളി പള്ളി കയറ്റുന്നു. പിന്നെയാണ് മതപരമായ അകൽച്ച ഉണ്ടാവുന്നു. ഗോവിന്ദൻകുട്ടി നിരന്തരം ചതിക്കപ്പെടുന്നു. അസുരവിത്തെന്ന് വീട്ടിൽ പരിഹസിക്കപ്പെടുന്നു. ഏട്ടൻ സംബന്ധ വീട്ടിൽ പ്രതാപം കാണിക്കാൻ വേണ്ടി ഓരോന്നോരോന്നായി വിറ്റു തുലച്ച് അമ്മയും പെങ്ങളെയും നോക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെട്ടു ഗോവിന്ദൻകുട്ടി. ആ പെങ്ങളൊക്കെ ഒരു വല്ലാത്ത കഥാപാത്രമാണതില്ല. ആ പെങ്ങൾ ഒരു സഹോദരിയുണ്ട്. സത്യത്തിൽ MTയുടെ സഹോദരിമാരെ വായിച്ച ഒരാളും സ്ത്രീകളെ MT മോശമാക്കി എന്ന് പറയില്ല. ഇത്ര ത്യാഗധനരായ പെങ്ങന്മാർ. കുട്ടിയെടുത്തി പോലെ, ഞാൻ വിഷയം മാറിപ്പോവും, ഞാൻ പറഞ്ഞു വന്ന് വീണ്ടും അസുരവിത്തിലേക്ക് തന്നെ വരാം. അസുരവിത്തിൽ അങ്ങനെയാണ്. ആ സന്ദർഭത്തിൽ ഇയാൾ ചതിക്കപ്പെടുന്നു. ഏട്ടനാൽ ചതിക്കപ്പെട്ടു, അമ്മാമ്മന്മാരാൽ ചതിക്കപ്പെട്ടു. ശേഖരൻ മുതലാളി മകൻ പഴപ്പിച്ചൊരു പെണ്ണിനെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ പൂർണ്ണമായി ചതിക്കപ്പെട്ട് റിബലായി തീർന്ന ഗോവിന്ദൻകുട്ടി ഗ്രാമത്തിൽ ഒറ്റപ്പെടുത്തപ്പെടുകയും ബന്ധുക്കൾ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തടുക്കാൻ വരുന്നത് ഈ കുഞ്ഞരക്കാരാണ്. കുഞ്ഞരക്കാർ പറയും, കൈത്തണ്ടയ്ക്ക് ബലമുള്ള ആണുങ്ങളുണ്ടെങ്കിൽ വരണടാ വരി. കുഞ്ഞരക്കാരൊരാണാണ്. എല്ലാവരും ഒഴിപ്പിച്ച് അഴയൊക്കെ അടിച്ച് നേരിട്ട് ഒഴിവാക്കി ഇയാളെ മോചിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. നായരുട്ടി പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, ആരും വേണ്ട. പക്ഷെ പിന്നീട് ഗോവിന്ദൻകുട്ടി ഒരു പ്രലോഭനത്തിൽ മുസ്ലിമായി, അബ്ദുള്ളയായപ്പോൾ വിചാരിക്കും ആദ്യം അഭയം തന്നയാൾ കുഞ്ഞുവരക്കാരാണ്. അബ്ദുള്ളയായിട്ട് ആൾ ആദ്യം കാണാൻ ചെല്ലുന്നത് കുഞ്ഞുവരക്കാരെയാണ്. കാർക്കിച്ചൊരു തുപ്പിയിട്ട് കുഞ്ഞുവരക്കാർ പറയും, ഇന്നെന്നല്ല ഒരു നാളും കാല് കുത്തരുത് ഈ മുറ്റത്ത്. ഇനി വന്നാൽ കുഞ്ഞരക്കാരുടെ വിധം മാറും. ഇതിനല്ല ഞാൻ നിങ്ങളെ സഹായിച്ചത്. ഇത് കേരളം കണ്ട ആദ്യത്തെ ഒരു മതേതരവാദിയായ കഥാപാത്രമാണ്. അയാൾ സഹായിച്ചത് മനുഷ്യനെയാണ്, അബ്ദുള്ളയാവാൻ വേണ്ടി സഹായിച്ചതല്ല. ഇത് കൃത്യമായിട്ട് 55 കൊല്ലം മുമ്പ്, ഏതാണ്ട് 60 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട നോവലാണ്. അത് കഴിഞ്ഞ് ഗോവിന്ദൻകുട്ടി ആ നാട് വിട്ടു പോകും. പിന്നെ ഗോവിന്ദൻകുട്ടി വരുന്നത് മഹാമാരി കാലത്താണ്. നമ്മുടെ കോവിഡ് പോലെ അക്കാലത്ത് കോളറ വന്ന ആളുകൾ മരിച്ചു വീഴുന്ന കാലം, തുരുതുരെ മരിച്ചു വീഴുന്നു. പാതിപ്രാണനായവർ അവിടെ കിടന്ന് അഴുകിക്കിടക്കുന്നു. മരിച്ചവരെ ആരും കൊണ്ടുപോകുന്നില്ല. കോളറ ബാധിച്ച വീടുകളിൽ മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ആരുമില്ലാത്ത, ഗോവിന്ദൻകുട്ടിയും അബ്ദുള്ളയും അല്ലാത്ത ഈ മനുഷ്യൻ മടങ്ങി വരും. MT എഴുതുന്നുണ്ട്, ശവങ്ങൾക്ക് ഗോവിന്ദൻകുട്ടിയെ വേണമായിരുന്നു. പാതിപ്രാണനായവർക്കും ഗോവിന്ദൻകുട്ടിയെ വേണമായിരുന്നു. പലരെയും സംസ്കരിച്ചു, പലരെയും ആശുപത്രിയിൽ എത്തിച്ചു. കോളറ കഴിഞ്ഞപ്പോൾ തെക്കുംമുറി വിട്ട്
ഗോവിന്ദൻകുട്ടി പോകും, ഇനിയും വരും, മനുഷ്യനെ ആവശ്യമുള്ളപ്പോൾ ഞാൻ വരും. ഈ കോവിഡ് കാലത്ത് നമ്മളിത് കണ്ടു. 55-60 വർഷം മുമ്പ് മനുഷ്യനാവുക എന്നത് മാനവികതയുടെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും മനുഷ്യനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനമില്ല എന്ന് ഈ കോവിഡിൻ്റെ അതേ സ്വഭാവമുള്ളൊരു കോളറയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കോവിഡ് കാലത്ത് വീണ്ടും വായിച്ചൊരു നോവലാണ് അസുരവിത്ത്. അത് ഏറ്റവും പ്രസക്തമായി തോന്നിയ നോവലാണ്. അപ്പം അത് ആ മനുഷ്യനാവുക എന്നത് എം ടിയുടെ കഥയിലെ പല സന്ദർഭത്തിൽ നമുക്ക് കാണാം. കരയുന്ന മനുഷ്യൻ, ഒറ്റപ്പെടുന്ന മനുഷ്യൻ. വെളിച്ചപ്പാട് അങ്ങനത്തെ ഒരാളാണ്. വെളിച്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കഥയുണ്ടായിരുന്നു? വെളിച്ചപ്പാടിൻ്റെ പ്രത്യേകത തന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം തല വെട്ടിപ്പിളർക്കുന്നയാളാണ്, അല്ലേ? വെളിച്ചപ്പാട് അങ്ങോട്ട് വെട്ടിയ ചരിത്രം എവിടെയും കിട്ടുന്നുണ്ട്, അല്ലേ? ലോകത്ത് അങ്ങനത്തെ ഒരു വിചിത്രമായ കഥാപാത്രം. ലോകത്തിന് നന്മ വരാനും പ്രതിഷേധം വന്നാലും ഹി ഏതൊന്ന് തല വെട്ടില്ലേ ചെയ്തു. എം ടി വാസ്തവത്തിൽ അങ്ങോട്ടാരെയും വെട്ടിയിട്ടില്ല. ഞാൻ എം ടി പരദൂഷണം പറയുന്നത് കേട്ടിട്ടില്ല. ജീവിതത്തിൽ ഒരു നാളും ഒരു പരദൂഷണം പോലും പറഞ്ഞതായി കേട്ടിട്ടില്ല. നമ്മളെങ്ങാനും പരദൂഷണം തുടങ്ങിയാൽ ഒന്നിങ്ങനെ നോക്കും, പിന്നെ മീശ പിടിക്കും, പിന്നെയും നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റങ്ങ് പോകും. ഒരാളെക്കുറിച്ച് ദൂഷണം പറഞ്ഞില്ല. ഒരാളെങ്കിലും എം ടി ആക്രമിച്ച് സംസാരിച്ച് കേട്ടിട്ടുണ്ട്? എം ടി ഒരിടത്തും ഒരാളെക്കുറിച്ച് ആക്രമിച്ച് ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. പത്മനാഭന്റെ നിരന്തരമായ ഭർസനങ്ങൾക്കൊടുവിൽ കാൽക്കൽ നോക്കി നടക്കുന്നു, വിഷം തീണ്ടാതെ. ഞാൻ എൻ്റെ കാൽക്കൽ നോക്കി നടക്കുന്നു. ഇഴജീവികൾ വരാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇടജാതികൾ എല്ലായിടത്തും ഉണ്ടാവും. എം ടി ഏതെങ്കിലും സന്ദർഭത്തിൽ എം ടി അങ്ങനെ ആക്രമിച്ചു? എം ടി ക്ഷുബ്ധനായ 3 ഘട്ടങ്ങൾ. ഒന്ന്, ജോഗി എന്ന ആദിവാസി മുത്തങ്ങയിൽ UDF ഭരണകാലത്ത് വെടിവെച്ച് കൊല്ലപ്പെട്ടപ്പോൾ എം ടി അതിശക്തമായി പ്രതിഷേധിച്ചു. സാമൂഹ്യ വിഷയങ്ങളിൽ പ്രധാനമായി പ്രതിഷേധിച്ച ഒരു ഘട്ടം ആദിവാസിക്ക് വേണ്ടിയാണ്. ആരും പ്രതികരിക്കാതിരുന്ന, നമ്മൾ പോലും ആരും പ്രതികരിച്ചില്ല. ജോഗി എന്ന ആദിവാസിക്ക് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് പ്രതികരിച്ച എം ടിയാണ്. മറ്റൊന്ന് നോട്ട് പിൻവലിച്ചപ്പോഴാണ്. ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊന്നും പ്രതികരിക്കാത്ത കാലത്ത് നോട്ട് പിൻവലിച്ചതിനെതിരെ ഒരു എഴുത്തുകാരൻ ഇന്ത്യയിൽ ആദ്യം സംസാരിച്ചത് എം ടിയാണ്. മറ്റൊന്ന്, പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദ്ദേഹമുള്ള വേദിയിൽ വെച്ചാണ് അതിൻ്റെ വിമർശനം അടുത്ത കാലത്ത്, കഴിഞ്ഞ കൊല്ലം. അതിൽ 3 രാഷ്ട്രീയക്കാരുണ്ട്. UDF ഉണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. പാർട്ടി നോക്കിയിട്ടല്ല എം ടിയുടെ തീക്ഷ്ണമായ പ്രതികരണങ്ങളൊക്കെ മനുഷ്യനെ ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ, മനുഷ്യത്വം മുറിവേക്കപ്പെടുന്ന ചില വിഷയങ്ങളിൽ, നീതി നിഷേധിക്കപ്പെട്ട ചില വിഷയങ്ങളിൽ അഗാധമായ പ്രതിഷേധമുണ്ടായിരുന്നു. അതാണ് കഥയിൽ ഇറക്കി വെച്ചത്. നീതി നിഷേധിക്കപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി, ആദിവാസിയായിട്ടാണ് ആ കഥയിൽ അത് വരുന്നത്. നീതി നിഷേധിക്കപ്പെട്ട മനോരോഗികൾക്ക് വേണ്ടി, മനോരോഗികൾക്ക് അല്ലെങ്കിൽ മനോരോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പഠിക്കാവുന്ന ഒരു പുസ്തകമാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. ശരിക്കും ഒരു പാഠപുസ്തകം. അങ്ങനെ ഒരു കഥ മലയാളത്തിൽ അല്ല, ലോക സാഹിത്യത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എം ടി തന്നെ എഴുതിയ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ്. പിന്നീട് എൻ്റെ ജാനകിക്കുട്ടിക്ക് എന്ന സിനിമയായ. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് എം ടിയുടെ ഏത് രചന എടുത്തു നോക്കൂ. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്മേൽ അന്ന് കുത്തുവിളക്ക് കൊണ്ട് ആഞ്ഞുകുത്തി. 6 നൂറ്റാണ്ട് കേരളത്തിൽ പ്രചരിച്ചത് മച്ചുരൻ ചന്തു ചതിയൻ ചന്തു എന്നാണ്. എന്തുകൊണ്ട് മച്ചുരൻ ചതിയനായി? ഇനി ഒരു കുട്ടിയും ചതിയൻ ചന്തു എന്ന് പറയില്ല, അല്ലേ? ചതിയനല്ലാത്ത ചന്തുവിനെയാണ് പറയുക. അപ്പോൾ ഒരു കലാകാരൻ്റെ കരവിരുത് നാടോടി വിജ്ഞാനത്തിൽ നാട്ടുകഥകളായി തലമുറകൾ പ്രചരിച്ചു പോകുന്ന ഒന്നിനെ തിരുത്താൻ എളുപ്പമല്ല. ഇതിഹാസങ്ങളെ തിരുത്തിയാൽ ഇപ്പോഴേ കുഴപ്പമുള്ളൂ. പണ്ടൊന്നും ഇതിഹാസത്തെ തിരുത്തിയ പോലെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിഹാസങ്ങളെ വരെ തിരുത്താൻ പറ്റും, പക്ഷെ നാടോടി വിജ്ഞാനം, നാടോടി കഥകൾ തിരുത്താൻ പറ്റില്ല. അത് തിരുത്തിയ ഒരു രചനയാണ് വടക്കൻ വീരഗാഥ. പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് 1000 തവണ നമ്മൾ പറഞ്ഞ് പെരുന്തച്ചനെ കുറ്റപ്പെടുത്തി. പെരുന്തച്ചൻ കണ്ടാൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആണെന്ന് നമുക്കതിൽ തോന്നില്ല. പല രീതിയിൽ അതിന് പെരുന്തച്ചനെ കുറിച്ച് G. ശങ്കരക്കുറുപ്പ് കവിത എഴുതിയിട്ടുണ്ട്, വൈലോപ്പിള്ളി കവിത എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായ ഒന്നാണ്. എം ടിയുടെ കഥാപശ്ചാത്തലം അതായിരുന്നു. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ മണ്ണിലാണ് എം ടി ജീവിച്ചത്. ലോകത്ത് അങ്ങനൊരു സാഹിത്യം ഞങ്ങളുടെ നിലാതീരത്തേ ഉള്ളൂ. അതൊരു അഭിമാനമായിട്ട് പറയുകയാണ്. കാരണം അച്ഛൻ മഹാബ്രാഹ്മണനായ വരരുചി, അമ്മ പറയിപ്പെണ്ണായ പഞ്ചമി, മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ ഉളിയനൂർ തച്ചൻ, പിന്നെ വള്ളുവൻ, വായില കുന്നിലപ്പൻ, വടുതലമരുവും നായർ, കാരക്കൽ മാത, നേരെ നാരായണഭ്രാന്തൻ, ഉടൻ അകവൂർ ചാത്തനും പാക്കനാരും, ചെമ്മേ കേൾ ഉപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്ങത്തെഴും പാണനാരും. ഈ 12 കുലത്തിൽപ്പെട്ടവരൊക്കെ ഒരമ്മയുടെ അച്ഛൻ്റെയും മക്കളാണെന്നും അച്ഛൻ സവർണനാണെന്നും അമ്മ അവർണയാണെന്നും ലോകത്ത് പഠിപ്പിച്ച അപൂർവ കഥകളിലൊന്നാണ്. അത് പറയുമ്പോൾ ജാതി വ്യവസ്ഥ കൊടികുത്തി വാണ കാലത്തും നരവംശാസ്ത്രപരമായി നമ്മൾ ഒന്നാണെന്ന് പഠിപ്പിച്ചൊരു കഥയുടെ ലോകത്താണ്. അതുകൊണ്ട് ആ പെരുന്തച്ചൻ എന്ന മിത്ത് എം ടി ബോധപൂർവ്വം എടുക്കുന്നതാണ്. കൊടിക്കുന്നത്ത് കാവിൽ അമ്മയുടെ മിത്തുകൾ ഏറ്റവും സൂക്ഷ്മമായി എം ടിയുടെ കഥകളിൽ വന്നിട്ടുണ്ട്. കൊടിക്കുന്നത്ത് കാവിൽ അമ്മയുടെ
മുത്തശ്ശികാവിലമ്മയുടെ മക്കളായ കൊടിക്കുന്നത്ത് കാവിലമ്മയും മറ്റൊരു സഹോദരിയും കൂടി നടക്കാൻ പോയി. ചെറുമക്കളുടെ കളി കണ്ടു ഒരു സഹോദരി അവിടെ നിന്നു. പിന്നെ ചേച്ചി പറഞ്ഞു, നിന്നെ കൂട്ടത്തിൽ കൂട്ടില്ല, നീ ചെറുമക്കളുടെ കൂടെ കൂട്ടിക്കോ. അങ്ങനെയാണ് ചെറുമക്കാവ് എന്നറിയപ്പെടുന്ന കണക്കരുകാവ്. അവിടെ എപ്പോഴും അങ്ങനെ ജാതിയിൽ താഴ്ന്നവരുടെ, ഇപ്പം എം ടി ആരോ പറഞ്ഞു എം ടി നായന്മാരുടെ എഴുത്തുകാരനാണ്, എം ടി സവർണ എഴുത്തുകാരനാണ്. എം ടിയുടെ കഥകളിലാണ് ഏറ്റവും കൂടുതൽ അവർണ കഥാപാത്രങ്ങൾ. ഒടിയൻ, കണ്ടങ്കോരൻ, പാണൻ, ഉണിപ്പരയൻ. ഒരുപക്ഷെ ഒടിയന് വേണ്ടി ഹാജരായ മലയാളത്തിലെ ആദ്യത്തെ എഴുത്തുകാരനാണ്. ഒടിയനാക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി, ഒടിയനായി തമ്പുരാൻ തല്ലി മേല് ചതച്ച് രാത്രി വേദന കൊണ്ട് പൊളഞ്ഞ പറയാൻ നിലവിളിച്ച് രാവിലെ തമ്പുരാട്ടിയെ ഇത്തിരി കൊയമ്പ് തരുമോ, ഇന്നലെ വല്യമ്പരം വല്ലാതെ തച്ച് എന്ന് പറയുന്ന ഒരു നിസ്സഹായനായ ഒരു അവർണനുണ്ട്. ഇയാളുടെ മേലെ ആരോപിക്കപ്പെട്ടതാണ്. അപ്പൊ ദളിതരുടെ കഥ ഏറ്റവും സൂക്ഷ്മമായി പറഞ്ഞത് എം ടിയാണ്. എം ടിയുടെ പല കഥകളിലും ആ കഥാപാത്രങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വിസ്തരിച്ച് പറയുന്നില്ല. അപ്പൊ ദളിത് കഥയായിട്ട് പറഞ്ഞില്ല, സ്ത്രീപക്ഷ കഥയായിട്ട് പറഞ്ഞില്ല. കുട്ടിയെടത്തി എന്ന് പറഞ്ഞാൽ ആ കാലത്ത്, കുട്ടിയെടുത്ത് എഴുതപ്പെട്ടതിൻ്റെ 60 കൊല്ലായി. കുട്ടിയെടത്തി അന്ന് കാത് മുറിച്ച മീനാക്ഷിയെടത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അത് കൂടുതലും ഉണ്ടായിരുന്ന സ്ത്രീയാണ്. അരിമ്പാറ പോകാൻ വേണ്ടി കരക്കത്തി കൊണ്ട് അരിഞ്ഞിട്ട് തൂങ്ങി ചോര വാർന്ന് കാത് മുറിച്ച മീനാക്ഷിയെടത്തി എന്നായിരുന്നു അവരുടെ പേര്. അന്ന് മറ്റൊരു ചൊവ്വായപ്പെട്ട ധനം ഉണ്ട്, ഭഗവതി കാത്തു വെച്ചിട്ടുണ്ടെന്ന് ജ്യോത്സ്യം പറയുന്നത് കേട്ട് കൈക്കോട്ടെടുത്ത് സ്വന്തം മച്ച് കിളച്ച ആളാണ്. അത്ര തൻ്റെടിയായിരുന്ന സ്ത്രീയാണ്. ആണുങ്ങളെപ്പോലെ വിലവീര്യം കാണിച്ച ഒരുമ്പെട്ടവൾ എന്നാണ്. ആണുങ്ങളെപ്പോലെ വിലവീര്യം കാണിക്കുന്ന ഒരുമ്പെട്ടോളെ എന്നാണ് വല്യമ്മ കുറ്റപ്പെടുത്തുന്നത്. എന്നിട്ട് അവൾ ചെയ്യുന്നത്, ആ കാലത്ത് ഒരു ചെറുമക്കിടാത്തനെ സ്നേഹിച്ച് അയാളുടെ കൂടെ ഒറ്റയ്ക്ക് ഒരു ചെട്ടിപ്പുരയിൽ താമസിക്കാൻ. ആ ചെട്ടിപ്പുര ഉണ്ടായിരുന്നത് എം ടി ജനിച്ചത് ആ ചെട്ടിപ്പുരയിൽ. കുട്ടിയെടുത്തി മരിച്ചതിന് ശേഷമാണ് എം ടി ജനിച്ചത്. ആദ്യം എം ടി ജനിക്കുന്നത് പപ്പടച്ചട്ടികൾ ഉപേക്ഷിച്ച് പോയ ചെട്ടിപ്പുരയിൽ. ആ ചെട്ടിപ്പുരയിൽ വീട്ടിൽ നിന്ന് ധിക്കാരം കാണിച്ച് ഇറങ്ങി ഒരു ചെറുമക്കിടാത്തൻ്റെ കൂടെ ജീവിച്ച ആ കുട്ടിയെടുത്തി അവസാനം നാട്ടുകാരുടെ കളിയാക്കലും ഭർസനും സഹിക്കാൻ വയ്യാതെ തൂങ്ങി മരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെടിയായ സ്ത്രീ 60 കൊല്ലം മുമ്പ് അനുഭവിച്ച തീക്ഷ്ണമായ യാഥാർത്ഥ്യമാണ് എം ടി. ഇന്നത്തെ പോലെ അങ്ങനത്തെ ഒരു സ്ത്രീക്ക് അന്ന് പെരുമാറാൻ പറ്റില്ല. ഇന്ന് സ്ത്രീകൾ മുമ്പിലേക്ക് വന്നു. കുറിയടത്ത് താത്തയുണ്ടായ നാടല്ലേ നമ്മുടെ നാട്. ആ നാട് പരിഷ്കരിക്കപ്പെട്ടത് നമ്മൾ പല പോരാട്ടങ്ങളിലൂടെ നേടിയതാണ്. അതിനൊരു അവബോധം ഉണ്ടാക്കാൻ ഒരുപക്ഷെ എം ടിയുടെ കുട്ടിയെടുത്തിയുടെ വിധിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കുട്ടിയെടുത്തി അവസാനം മരിക്കുന്നതിൻ്റെ തലേന്ന് വാസു ഇല്ല. വാസ്തവത്തിൽ വാസു ജനിക്കുന്നതിന് മുമ്പ് മരിച്ച കുട്ടിയെടുത്തി തൻ്റെ ജ്യേഷ്ഠത്തിയായി മാറ്റിയിട്ടാണ് എം ടി കഥയിൽ അവതരിപ്പിക്കുന്നത്. വാസു ഉറങ്ങിക്കോ, വാസു വലുതാവും, അമ്മയും എൻ്റെ അമ്മയും നീ നോക്കണം, ഉറങ്ങിക്കോ എന്ന് കൊട്ടി ഉറക്കി കണ്ണു തുറക്കുമ്പോൾ 2 കാലുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണും. ആ കഥ നമുക്ക് കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ വായിക്കാൻ പറ്റില്ല. ആ സ്ത്രീയോട്, റിബലായതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെട്ട ആത്മഹത്യ ചെയ്യപ്പെട്ട സ്ത്രീയോട് നമുക്കുണ്ടാകുന്ന എമ്പതിയാണ് പിൽക്കാലത്ത് സ്ത്രീ സമരങ്ങൾക്കൊക്കെ. അങ്ങനെയാണ് എഴുത്തുകാരൻ നേരിട്ട് സമരം നയിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. എമ്പതി ഉണ്ടാക്കിയെടുത്ത് ആ വർഗപക്ഷത്തേക്ക് ആളുകളെ ചേർക്കുകയാണ്. എം ടി നേരിട്ട് വിപ്ലവം എഴുതിയ ഒരു എഴുത്തുകാരനല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് രാഷ്ട്രീയം സജീവമായിട്ടുണ്ടായിരുന്നു. നേരിട്ട് രാഷ്ട്രീയം എം ടിയുടെ ഒരു കഥയിലും വരുന്നില്ല. 57-ലാണ് ഇന്ത്യയിൽ ഒരു ജനകീയ ഗവൺമെൻറ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്. 58-ലാണ് 4 കെട്ട് ആദ്യം പുറത്തിറങ്ങിയത്. അതിനു മുമ്പ് എഴുതപ്പെട്ട നോവലാണ്. പക്ഷേ 4 കെട്ടിലെ പ്രമേയങ്ങളിൽ എവിടെയും രാഷ്ട്രീയത്തിൻ്റെ ഒരു സൂചനയില്ല. പക്ഷേ തിരസ്കൃതർ, നിന്ദിതർ, തള്ളിമാറ്റപ്പെട്ടവർ, പാവപ്പെട്ടവർ തിരിച്ചു വരും. അവർ ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ പ്രതീകമായ 4 കെട്ട് വാങ്ങി പൊളിച്ച് കാറ്റും വെളിച്ചവുമുള്ള ഭവനങ്ങൾ ഉണ്ടാക്കും, വളരും, വളർന്ന് വലുതാവും, കൈക്ക് നല്ല കരുത്തുണ്ടാകും. ഗോവിന്ദൻകുട്ടി വിചാരിക്കുന്ന, അപ്പുണ്ണി വിചാരിക്കുന്ന. അപ്പം അപ്പുണ്ണി അമ്മയ്ക്ക് വേണ്ടിയാണ് ആ വീട് പണിയുന്നത്. അമ്മ പൊളിക്കേ എന്ന് ചോദിക്കും. പൊളിക്കണം, ഇതൊക്കെ പൊളിഞ്ഞു പോകണം, കാറ്റും വെളിച്ചവുമുള്ള ഒരു പുതിയ വീടുണ്ടാകണം. ഇത് നേരിട്ടൊരു രാഷ്ട്രീയമല്ല. എന്നാൽ തിരസ്കൃതർ, നിന്ദിതർ, അനാഥർ, പാവപ്പെട്ടവർ തിരിച്ചു വരും, അവർ ഈ വ്യവസ്ഥ പുതുക്കിപ്പണിയും എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു. അതാണ് എഴുത്തുകാരൻ ചെയ്യേണ്ട രാഷ്ട്രീയം. അത്രയോ. ഇത് എം ടി ഉടനീളം ചെയ്തിട്ടുണ്ട്. എല്ലാ കഥകളിലും ഉണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങി അങ്ങനെ എം ടിയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ദിവസങ്ങളോളം പറഞ്ഞാലും തീരാൻ പറ്റില്ല. കാരണം എം ടിയുടെ കഥകളൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്. മിക്കവാറും കഥകളും നോവലുകളും പാതിരാവും പകൽ വെളിച്ചവും, കാലം, 4 കെട്ട്, മഞ്ഞ്, 2-ാമൂഴം, അവസാനം എഴുതിയ വാരാണസി, അതിനിടയ്ക്കൊരു വിലാപയാത്ര, അത്രയും നോവലുകൾ, അസുരവിത്ത്, ഇത്രയും നോവലുകൾ എഴുതിയിട്ടുള്ളൂ. 200-ഓളം കഥകൾ എഴുതിയിട്ടുണ്ടാവും. 62 സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതി. ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതി. വളർത്തു മൃഗങ്ങൾ എന്ന എം ടിയുടെ സിനിമയ്ക്ക് എം ടി തന്നെയാണ് പാട്ട് എഴുതിയത്. അതിന് പാട്ട് എഴുതേണ്ടിരുന്നത് യൂസഫലി കേച്ചേരിയാണ്. കേച്ചേരിക്ക് പനിയായിട്ട് സുഖമില്ലാതായി. എം പി ശ്രീനിവാസൻ വന്നു. രാജ്യത്തുള്ള എല്ലാ പാട്ടെഴുത്തുകാരെയും വിളിച്ചു. ആർക്കും ഒഴിവില്ല. അവസാനം കക്കാടിനെ വിളിച്ചു. കക്കാട് വന്നു ഒരു പാട്ടെഴുതുന്നു. കക്കാട് പറഞ്ഞു, ഇനി എന്നെ പാട്ടെഴുതാൻ നിർബന്ധിച്ചാൽ ഞാൻ കേരളം തന്നെ വിട്ടുപോകും. അങ്ങനെ എല്ലാവരും കഴിഞ്ഞപ്പോൾ
ഹരിഹരന്റെ പ്രേരണ കൊണ്ടാണ് 4 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കാക്കാലൻ കളിയച്ഛൻ കണ്ണു തുറന്നിരുന്നുറങ്ങുന്നു. കാലത്തെക്കുറിച്ച് ഇത്രയും നല്ലൊരു ചിത്രം മലയാളത്തിലെ പാട്ടിൽ വന്നിട്ടില്ല. കാക്കാലൻ കളിയച്ഛൻ കണ്ണു തുറന്നിരുന്ന് ഉറങ്ങുന്നു. ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു. പിന്നെ ഒരു മുറിക്കണ്ണാടിയിലൊന്ന് നോക്കി അറിഞ്ഞില്ല ഞാൻ എന്നെ അറിഞ്ഞില്ല. 4 പാട്ടുണ്ട് അതിൽ. മലയാളത്തിലെ മികച്ച പാട്ടുകളാണ്. ഒരു നാടകം എഴുതി ഗോപുരനടയിൽ. മലയാളത്തിലെ സമാനതകളില്ലാത്തൊരു നാടകമാണ്. ദീർഘകാലം പത്രാധിപരായിരുന്നു. MT ആണ് ഏറ്റവും ആധുനികരായ എഴുത്തുകാരെ മുഴുവൻ അവതരിപ്പിച്ചത്. തൻ്റെ ഛായയുള്ള എഴുത്തുകാരെ എല്ലാം MT കൊണ്ടുവന്നത്. അതാണ് വേറെ രസം. തൻ്റെ ഇഷ്ടക്കാരെ മാത്രമല്ല, സേതുവിനെ കൊണ്ടുവന്നത് MT ആണ്, മുകുന്ദനെ കൊണ്ടുവന്നത് MT ആണ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ കൊണ്ടുവന്നത് MT ആണ്. 50 കൊല്ലം മുമ്പ് മേതിൽ രാധാകൃഷ്ണൻ എന്ന ഇന്നും നിത്യാധുനികനായ ഒരു എഴുത്തുകാരൻ്റെ സൂര്യവംശം എന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച പത്രാധിപരാണ് MT. വരുംകാലത്തെ കണ്ട പത്രാധിപരാണ്. MT ലേഖനങ്ങൾ എത്ര എഴുതി. കിളിവാതിലൂടെ എന്നൊരു പങ്ക്തിക്ക് വേണ്ടി മാത്രം മാതൃഭൂമി കാത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. MT ധാരാളം ലേഖനങ്ങൾ എഴുതി. അദ്ദേഹമാണ് ഹെമിംഗ്വേയെ കുറിച്ച് മലയാളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കൃതി ഹെമിംഗ്വേ ഒരു മുഖപുര എന്ന പുസ്തകമാണ്. കാഥികന്റെ പണിപ്പുര 2 പുസ്തകമുണ്ട്. കഥനകല എങ്ങനെയാവണം, അത് MTയുടേതാണ്. ഒരു യാത്രാവിവരണം എഴുതിയിട്ടുള്ളൂ, ആൾക്കൂട്ടത്തിൽ തനിയെ. അതിലാണ് മാർക്കസ് എന്ന എഴുത്തുകാരനെ 60കളിൽ മലയാളികൾക്ക് MT പരിചയപ്പെടുത്തിയത്. MT എഴുതിയതൊക്കെ സൂക്ഷ്മമായ അർത്ഥത്തിൽ പണിക്കുറ തീർന്ന ശില്പങ്ങളാണ്. ഹൃദയ ശില്പങ്ങളുടെ പെരും തച്ചനായിരുന്നു MT. മലയാളിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തന്ന ലോകമാണ് MTയുടേത്. MTയുടെ കഥകളിലൂടെയാണ് നമ്മൾ നഷ്ടലോകങ്ങളെ തിരിച്ചു പിടിച്ചത്. മഞ്ഞ് മാത്രം വായിച്ച് ജീവിച്ച ഒരാളെ എനിക്കറിയാം. 40 വർഷം അയാൾ മെർച്ചൻസ് നേവിയിൽ ജീവിച്ചത് ദിവസവും വേദപുസ്തകം വായിക്കുന്നത് പോലെ മഞ്ഞ് വായിച്ചിട്ടാണ്. എനിക്ക് ആ മഞ്ഞ് ആൾ കാണിച്ചു തന്നു. അത് പൊടിയാറായി. അങ്ങനെ വായിച്ച് 40 കൊല്ലം ദിവസവും ഞാൻ മഞ്ഞ് വായിച്ചു. വരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചു. MTയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ എനിക്ക് നേരിട്ടറിയാം. പലരും MTയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. MTയെ വായിച്ച് മാനസിക തകർച്ച വരാതിരിക്കാൻ MTയെ പലരും വായിച്ചു. ഇതൊക്കെ തന്നെയല്ലേ ഒരു എഴുത്തുകാരൻ ലോകത്തിൽ ചെയ്യേണ്ടത്. പ്രത്യാശ നൽകുന്നവരാണ് എഴുത്തുകാർ. ഈ ജീവിതം അത്ര മോശമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഏത് മന്ദനും തിരിച്ചു വരും. ഇന്നല്ലെങ്കിൽ നാളെ ഏത് മനോരോഗിയും അവരൊക്കെ മനുഷ്യരാണ്. ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല, മലയാളിക്ക് ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പാട്ടുകൾ MTയുടെ സിനിമയിലാണ് ഉണ്ടായത്. MT സിനിമ എഴുതിയ പാട്ട്, MTയുടെ എല്ലാ സിനിമകളിലും MT നാടോടി പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അസുരവിത്ത് എന്ന സിനിമയിലാണ് കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂപറിക്കാൻ പോരാമോ പൂങ്കുയിലെ പെണ്ണാളെ. ഒരു നാടൻപാട്ട. അരിയെന്നെല്ല് വിളഞ്ഞാല് അച്ഛൻ കാവല് പോയാല് ആടിപ്പാടാൻ പോരാം ഞാൻ. ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള പുതിയ പാട്ടിന്റെ ആദ്യ രൂപമാണ് അച്ഛൻ കാവല് പോയാൽ ഞാൻ ആടിപ്പാടാം. അതിന്റെ ആദ്യത്തെ രൂപമാണ്. MT ആണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നാടോടി പാട്ടുകൾ. ഇടശ്ശേരിയുടെ സമയമായി തേരിറങ്ങുകമ്പേ, നിർമ്മാല്യത്തിൽ ശ്രീ മഹാദേവൻ തൻ്റെ ശ്രീ പുള്ളോർ കുടം കൊണ്ട് ഓമന ഉണ്ണീടെ പാടുന്നീ. ഇതൊരു നാടോടി പാട്ടാണ്. അത് അതിമനോഹരമായിട്ട് രാഘവ മാഷ് ചിട്ടപ്പെടുത്തിയില്ല. അതിൽ തന്നെയാണ് ഞങ്ങളും പോണേ പോണേ ഞങ്ങളും പോണേ, തെക്കുള്ള തമ്പ്രാൻ പഠിക്കല് മുറ്റമടിക്കണ കുഞ്ഞിപ്പെണ്ണിന് വന്നല്ലോ കല്യാണം. ആ പാട്ട് ആ സിനിമയിൽ. ഇത് MTയുടെ സ്വന്തം സിനിമയിൽ MT എടുത്തുപയോഗിച്ച പാട്ടുകൾ. MTക്ക് വേണ്ടി ഭാസ്കരൻ മാഷാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയത്. ഈ നഗരമേ നന്ദിയിലൊക്കെയുള്ള പാട്ടുകൾ. ആദ്യത്തെ സിനിമ മുറപ്പണ്ണിലെ ഏറ്റവും മനോഹരങ്ങളായ പാട്ടുകളുണ്ടല്ലോ. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥ പലതായി പിരിഞ്ഞു പോകുന്നതിൻ്റെ വേദന മുഴുവൻ ആ കഥയ്ക്കുള്ളിൽ നിന്ന് ആവാഹിച്ച് മാഷ് എഴുതിയ പാട്ടാണ്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ്
അതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉറക്കിയിടുന്നു. ഭാസ്കർ മാഷൊക്കെ എം ടിയോട് ഒപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. നഗരമേ നന്ദിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി. താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എം ടിയോട് ഭാസ്കർ മാഷ് ചോദിച്ചു, വാസു ഈ താന്നിയൂർ എവിടെയാണെന്ന് അറിയോ? എം ടി പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അത് വാസുവിൻ്റെ അടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ താന്നിക്കുന്നിലെ താന്നിയും കൂടല്ലൂരിലെ ഊരും ചേർത്ത് മാഷ് ഉണ്ടാക്കിയ ഒരു ഗ്രാമമാണ് താന്നിയൂർ. അത് മനോഹരമായ ഒരു കൽപ്പനയാണ്. ആ പാട്ടുകളൊക്കെ പാട്ടിലേക്ക് പോയ വിഷയം മാറും. മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ, ധനുമാസം പൂക്കൈത മലകൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കിനാവു കണ്ട് കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. മഞ്ഞളിപ്പൂനിലാവും ഇല്ല, പേരാറ്റിൻ കടവും ഇല്ല, ഇപ്പോൾ മഞ്ഞളരച്ചു നീരാടുന്നില്ല. അതിലാണ് കന്നിരാവിൻ കളഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണപ്പോൾ. ഭാസ്കർ മാഷ് എം ടിയുടെ ഒരു കഥയ്ക്ക് വേണ്ടി എഴുതുക. ഇപ്പൊ പൊന്നാനിപ്പുഴയിൽ കോഴി വേസ്റ്റാണ് വീഴുന്നത്, അവിടെ കന്നിരാവിന്റെ കളഭക്കിണ്ണൊന്നും വീഴുന്നില്ല. ഈ കന്നിരാവിന്റെ കളഭക്കിണ്ണാണ് പിന്നെ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായൽ കൊണ്ടുപോയിട്ടത്. ഇവിടെ ഭാസ്കര മാഷ് പൊന്നാനിയിലിട്ട ചന്ദനക്കിണ്ണം എടുത്ത് വെണ്ണില. ഇത് പിൽക്കാലം അതുണ്ടാക്കാൻ എളുപ്പമാണ്. ഒന്ന് ആദ്യം സൃഷ്ടിക്കണ്ടേ. ഇത് ആദ്യം സൃഷ്ടിച്ച പഥികരാണ് ഇവരൊക്കെ. നേരത്തെ എം ടി അനുകരിച്ച് ഒരു പക്ഷേ പറയാൻ പാടില്ലെങ്കിൽ ഇരുട്ടിൻ്റെ ആത്മാവില്ലെങ്കിൽ തനിയാവർത്തനം എന്ന സിനിമയില്ല, മുറപ്പെണ്ണ് എന്ന സിനിമയില്ലെങ്കിൽ വാത്സല്യം എന്ന സിനിമയില്ല. അങ്ങനെ ഓരോന്നും പറയാം. ഞാൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ഇപ്പം എം ടി ഒന്നും ഉണ്ടാക്കി തന്നു നമുക്കൊരു മാതൃക. അതിൻ്റെ മാതൃകയിൽ എത്ര ആൾ പിന്നീട് സിനിമകൾ ഉണ്ടാക്കി, പല പല സാധനങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ മുൻനടന്ന ചങ്ങമ്പുഴ ഇല്ലെങ്കിൽ പിന്നീടുള്ള പല കവികളും ഇല്ല. ചങ്ങമ്പുഴ ഒരു മാതൃകയായതുപോലെ എം ടി ഗദ്യസാഹിത്യത്തിൽ പദ്യസാഹിത്യത്തിൽ ചങ്ങമ്പുഴ ചെയ്ത അതേ ജോലി ചെയ്തൊരാളാണ്. ജനങ്ങളുടേതാക്കി തീർത്തു, സാഹിത്യത്തെ ജനങ്ങളുടേതാക്കി തീർത്തു, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളെ. പിൽക്കാലത്ത് വന്ന എല്ലാ സിനിമകളിലും രവി ബോംബെയുടെ ഏറ്റവും നല്ല പാട്ടുകൾ, ഇപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ജയചന്ദ്രന് സംസ്ഥാന അവാർഡ് ആദ്യം നേടിക്കൊടുത്ത പാട്ട് എം ടിയുടെ സിനിമയിലാണ്. രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം മധുകര മധുര ശ്രുതി ഉദയ സരോവരമുണരും രാഗം തുടുതു. അതിലെല്ലാ രാഗങ്ങളും വരുന്നുണ്ട്. രാഗം ഹംസധ്വനി രാഗം, രാഗം വസന്തരാഗം. കർണാടക സംഗീതം പഠിക്കാത്ത ജയേന്ദ്രൻ ഈ പാട്ട് പാടാൻ വന്ന് ഈ രാഗങ്ങളോട് കേട്ടപ്പെടുത്ത വണ്ടിക്ക് നാട്ടിലേക്ക് പോയി. എം ടി പിന്നീട് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി പഠിച്ചതാണ് ആ പാട്ട്. ജയചന്ദ്രനെ കൊണ്ട് അഭിനയിപ്പിച്ചത് എം ടിയാണ്. നക്ഷതങ്ങൾ എന്ന സിനിമയിൽ മനോഹരമായൊരു കഥാപാത്രത്തെ ജയേന്ദ്രന് എം ടി ദൈവമായിരുന്നു. അയ്യോ എം ടി എന്ന് പറഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കും. എം ടി നാരങ്ങൾ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ആളായിരുന്നു. ജയേന്ദ്രനെ നമ്മൾ വിട്ടു പോയി. അങ്ങനെ ഓരോ നഷ്ടങ്ങളിൽ ഓർക്കുകയാണ്. പലതും നമ്മുടെ ഏകാന്തതകളിൽ നമ്മെ നാമാക്കുന്ന ഏതോ ഒരു ഘടനയാണ് എം ടി സൃഷ്ടിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ ജയേന്ദ്രനും അതുപോലെ. ജയേന്ദ്രൻ്റെ ഏതെങ്കിലുമൊക്കെ പാട്ട് ഓർക്കുമ്പോൾ നമ്മുടെ ഏതൊക്കെയോ നഷ്ട നിമിഷങ്ങൾ നമുക്ക് ഓർമ്മ വരും ഇല്ലേ? ഏത് പാട്ട് കേട്ടാലും കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. ജയേന്ദ്രൻ പാടുമ്പോൾ അതങ്ങോട്ട് വിസ്തരിക്കും ആ ഭാവം. കരയിൽ നമ്മൾ മാത്രമായി പോകും അല്ലേ? ഞാനിങ്ങനെ എപ്പോഴും പറയും ജയേന്ദ്രന് മാത്രമേ അങ്ങനത്തെ ഒരു വിസ്തരിക്കുക, ഒരു പാട്ടിനെ വിടർത്തുക എന്ന് പറയും. എഴുത്തുകാരൻ എഴുതി സംഗീത സംവിധായകൻ ഇണം നൽകിയ പാട്ടിനെ വ്യാഖ്യാനിക്കുക, പാട്ടുകൊണ്ട് ആലാപനം കൊണ്ട് വ്യാഖ്യാനിക്കുക. അതുപോലെ ജീവിതത്തെ എഴുത്തുകൊണ്ട് വ്യാഖ്യാനിച്ച എഴുത്തുകാരനാണ്. ഏത് സന്ദർഭത്തെ എം ടി വ്യാഖ്യാനിച്ചു. ഞാൻ ഇനി കഥകളെക്കുറിച്ച് പറയുന്നില്ല, എം ടിയിൽ നിന്ന് മാറിപ്പോയി. അപ്പം എം ടി ഇങ്ങനെ ലോകം നമുക്ക് തോന്നും. ഇത്തരം ചില ആളുകൾ നമ്മൾ പറയില്ലേ, നമുക്ക് കണ്ടാലും കേട്ടാലും മതിയാവില്ല.
മലയാളികൾക്ക് ആനയെ കണ്ടാൽ മതിയായ മലയാളിയുണ്ട്, കടൽ കണ്ടു മതിയായ മലയാളിയുണ്ട്, അല്ലേ? ഉത്സവത്തിൽ ചേർന്ന് മതിയായ മലയാളിയുണ്ട്. ആനയും കടലും ഉത്സവവും പോലെ മലയാളികൾക്ക് കണ്ടാലും കേട്ടാലും മതിയാവാത്ത, വായിച്ചാൽ മതിയാവാത്ത നാലാമത്തെ വിസ്മയത്തിൻ്റെ പേരാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം നമ്മുടെ ഭൂപ്രകൃതിയുടെ ഭാഗമാണ്, നമ്മുടെ ജീവിത പ്രകൃതിയുടെ ഭാഗമാണ്. ഒരു മരം ആ പ്രകൃതിയിൽ ഉണ്ടായത് എത്രമേൽ സ്വാഭാവികമാണോ അത്രമേൽ സ്വാഭാവികമായി നിളാനദി അതിൻ്റെ എക്കൽ മണ്ണിൽ വളർത്തിയെടുത്ത ഒരു മഹാസർഗവൃക്ഷമാണ് MT വാസുദേവൻ നായർ. MT മരിച്ചപ്പോൾ ഭാഷയുടെ വംശവൃക്ഷമാണ് വീണത്. ഭാഷയാണ് അനാഥമായത്. 35 വർഷം MTയുടെ മുഴുവൻ സമ്പത്തും ഊർജവും അദ്ദേഹം ചെലവഴിച്ചത് ഭാഷയ്ക്ക് വേണ്ടി ഒരു ലോകോത്തര സ്മാരകം ഉണ്ടാക്കാനാണ്, തുഞ്ചൻ സ്മാരകം. സത്യത്തിൽ നിങ്ങൾ തുഞ്ചൻ സ്മാരകത്തിൽ വരണം. അതിനു മുമ്പ് ഒന്നുമല്ലാതിരുന്ന പൂഴിപ്പറമ്പിനെ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭാഷാ സ്മാരകം. വിദേശ രാജ്യത്ത് നിന്ന് ചില ആളുകൾ എങ്ങനെയാണ് ഒരു ഭാഷാ സ്മാരകം ഉണ്ടാക്കേണ്ടത് എന്ന് പഠിക്കാൻ തുഞ്ചൻ പറമ്പിൽ വന്നത് ഞാൻ സാക്ഷിയാണ്. MT പറഞ്ഞു, അതിൽ അത്ഭുതമൊന്നുമില്ല, ഞാനും എൻ്റെ കൂടെയുള്ള 3-4 ആളുകളും കൂടി ചെയ്തതാണ്. അങ്ങനെ 3-4 ആളെ കൂടെ കിട്ടിയാൽ ഇത് ചെയ്യാം. ആ 3-4 ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാവാൻ ഭാഗ്യമുണ്ടായി എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. MT ഒന്നും പറയില്ല, MT കൽപ്പിക്കില്ല, MT ചീത്ത പറയില്ല, ഗുണദോഷിക്കില്ല, അത് ചെയ്യുമെന്ന് പറയില്ല. MTയുടെ പുരികപ്പൊടി ചലിച്ചാൽ അദ്ദേഹം മീശ പിടിക്കുന്ന രീതി ഞാൻ പഠിച്ചിട്ടുണ്ട്. മീശ ഒരുപോലെയല്ല പിടിക്കുക, ഇവിടെ പിടിച്ചാൽ ഒരർത്ഥമാണ്, ഇവിടെ പിടിച്ചാൽ വേറൊരർത്ഥമാണ്. ബീഡി ഒരുപോലെയല്ല വലിക്കുക, ഈ അറ്റത്തുനിന്ന് വലിച്ചാൽ ഒരർത്ഥമാണ്, ചുണ്ട് ഇങ്ങോട്ട് കൂട്ടിയാൽ ഒരർത്ഥമാണ്, അങ്ങോട്ട് കൂട്ടിയാൽ വേറൊരർത്ഥമാണ്. അങ്ങനെ MTയുടെ മൗനം വായിച്ചിട്ടാണ് ഞങ്ങൾ ജീവിതം പഠിച്ചത്. ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്നതൊക്കെ MT എന്ന മഹാമൗനത്തിൻ്റെ ചന്ദന സൗഗന്ധികം ആത്മാവിൽ അണിഞ്ഞ് പറയുന്ന വാക്കുകളാണ്. MTയുടെ കഥകളിലെ എത്രയും വാചകങ്ങളും അടങ്ങി ഞാനിങ്ങനെ നിന്നല്ലേ പറയും. MT കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ നിന്ന് മഞ്ഞുരുക്കിയെടുത്ത ഒരു കലാവിദ്യയാണ് തന്നത്. ഇത്ര ഗദ്യത്തിൻ്റെ സംഗീതം ഉണ്ടാക്കിയെടുത്ത, ഗദ്യത്തെ സംഗീതമാക്കുക, പാട്ട് പോലെ ആണ് ആ ഗദ്യം വായിച്ചു പോകുമ്പോൾ നമ്മളറിയാതെ ആ ഗദ്യത്തിനകത്ത് പെട്ടുപോകും. അതിനെല്ലാം മധ്യം ഈ സംസ്കൃതി മുഴുവൻ. അവസാനം എഴുതിയ കഥകളിൽ ഒന്നാണ് ഷെർലക്. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും ഉത്തരാധുനിക കഥകളിലൊന്നാണ്, അല്ലേ? ഈ നഖമൊക്കെ വെട്ടിമാറ്റിയ ഒരു ചാരപ്പൂച്ചയെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്കൻ ചാര മനസ്സിനെ ഇത്ര സൂക്ഷ്മമായി വായിച്ചൊരു കൃതി മലയാളത്തിൽ അറിയില്ല. അവസാനത്തെ ഒരു കഥയാണ് ശിലാലിഖിതത്തിൽ ഒരു സ്ത്രീ വിഷക്കായ കഴിച്ച് മരിക്കാൻ കിടക്കുകയാണ്. ഗ്രാമം തിരിഞ്ഞു നോക്കുന്നില്ല. ഗ്രാമത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയതായിട്ട് MT പറയുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സ്ത്രീ പിടഞ്ഞു നിലവിളിക്കുകയാണ് ചോലയുടെ വക്കത്ത്. നഗരത്തിൽ നിന്ന് ഒരാൾ ഗ്രാമത്തിൽ വരും. അയാൾ ഗ്രാമീണനാണ്. അയാളുടെ കൂടെ നഗരത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയും, ഒരു കോൺവെന്റ് ബേബി. അയാൾ ചോദിക്കും, ഒരു സ്ത്രീയോടെ മരിക്കാൻ കിടക്കുന്നു, ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കിക്കൂടെ? അപ്പോൾ കുട്ടി അക്ഷോഭയോട് ചോദിച്ചു, അച്ഛനൊന്ന് പോയി നോക്കിക്കൂടെ? നമ്മളങ്ങനെയാണ്. അവിടെ കണ്ടില്ലേ എന്താ കഷ്ടം, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മളൊന്നും ചെയ്യില്ല, അത് മറ്റൊരാളുടെ പണിയാണ്. ആ കുട്ടി ആദ്യമായി വിചാരണ ചെയ്യുന്നുണ്ട്, അച്ഛനൊന്ന് പോയി നോക്കിക്കൂടെ? അവൾ അച്ഛൻ്റെ കൈ പിടിച്ച് പോകും. തിരിച്ചു വന്ന് പറയും, ഞാൻ ആ സ്ത്രീക്ക് ഇത്തിരി വെള്ളം കൊടുത്തു. അപ്പോൾ ആധുനിക നാഗരികതയിൽ വളർന്ന ഒരു കോൺവെൻറ്റ് നാഗരിക പെൺകുട്ടിയിൽ മാനവികത ഉണ്ട് എന്ന പ്രത്യാശ തന്നിട്ടാണ് MT വാസുദേവൻ നായർ പോയത്. അടുത്ത തലമുറയെ അവഗണിച്ചു പോയ ഒരാളല്ല. തനിക്ക് ശേഷം തൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടിയിൽ മാനവികത ഉദയം ചെയ്യുമെന്ന പ്രത്യാശ തന്നിട്ട് പോയ ആളാണ്. അതുകൊണ്ടാണ് MT പ്രത്യാശയാണ് MT ഉൽപ്പാദിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളതിനെ ഇങ്ങനെ ഈ ഫ്രാഗ്മെൻറ്റഡായി സ്പെഷ്യലിസ്റ്റുകളുടെ വിചാരണ നടത്തുന്നതിലൊന്നും അർത്ഥമല്ല. MTയെ പലരും ഇങ്ങനെ വിചാരണ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MT തന്നെ സ്വയം വിചാരണ ചെയ്ത ഒരാളാണ്. സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ, സേതുവിനോട് മാത്രമെന്ന് സേതു തന്നെ പറഞ്ഞിട്ടല്ലേ നമ്മൾ അറിഞ്ഞത്. MT തന്നെ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. MT താനൊരു ഹിപ്പോക്രറ്റാണെന്ന് ബന്ധനം എന്ന കഥയിൽ അതിസൂക്ഷ്മമായിട്ട് പറയുന്നുണ്ട്. ഭാര്യയെ പറ്റിക്കുകയാണ്, സമർത്ഥമായിട്ട് പറ്റിക്കുകയാണ്. നഗരത്തിലെ ആൾക്ക് കാമുകിമാരുണ്ട്, നഗരത്തിലെ പ്രിയപ്പെട്ട കാമുകിയെ കാണാൻ പോവുകയാണ്, ഭാര്യ ഗർഭിണിയാണ്, ഇയാൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകി ജീവിക്കുന്ന സ്ത്രീയാണ്. പറയും, ശ്രദ്ധിക്കണം, നീ അങ്ങോട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. വളരെ കരുതലോടുകൂടി പ്രണയപൂർവ്വം അവളോടൊക്കെ പറഞ്ഞ് അയാൾ പോകുന്നത് തൻ്റെ കാമുകിയുടെ അടുത്തേക്കാണ്. കൈസറിനോട് യാത്ര പറയാൻ കൂട്ടിച്ചെന്നപ്പോൾ കൈസർ ഒന്ന് മുരണ്ടു. കൈസറിന് മനസ്സിലായി, കൈസറിന് എന്നെ മനസ്സിലായി. ഭാര്യയ്ക്ക് മനസ്സിലായിട്ടെങ്കിലും കൈസറിന് മനസ്സിലായി. ഈ മൃഗത്തിൻ്റെ മനസ്സും MTക്കറിയാം. ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ ഭാര്യ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിലും പലതവണ വന്നിട്ടുണ്ട്. അന്ന് ഒരു ആവശ്യത്തിന് അവിടെ വന്നപ്പോൾ അന്ന് ഫാദറിലൊരു നായ വളർത്തി. ആരെ കണ്ടാലും കുറച്ച് കിടന്നൊരു നായ.
MT എൻ്റെ അടുത്ത് വന്നു, മിണ്ടുന്നില്ല, അങ്ങനെ പതുങ്ങിയിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു, എന്താ കുറയ്ക്കാത്തത്? അല്ല, എൻ്റെ നേർക്ക് അങ്ങനെ നായ്ക്കൾ കുറയ്ക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു MT ആലങ്കാരികമായിട്ട് പറയാം. എന്താ അതല്ല, അദ്ദേഹം പറഞ്ഞു നായ്ക്കൾ അദ്ദേഹത്തിന് മുമ്പിൽ ബഹളം ഉണ്ടാക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഇതൊരു സംഗതി ഉണ്ടെന്നാണ് പറയുന്നത്. അത് അത്ഭുത വിദ്യയൊന്നുമല്ല, ചില ജീവികൾക്ക് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു അത്ഭുത മനുഷ്യൻ. അദ്ദേഹത്തോടുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു അനാഥത്വം ഞാനിപ്പോൾ അനുഭവിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇനി വാസുവേട്ടനില്ല എന്ന് വിചാരിക്കാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ ആവേശത്തോടു കൂടിയാണ് സംസാരിച്ചത്. കാരണം ഇതൊക്കെ പോയി വാസുവേട്ടനോട് പറയാം. ഞാൻ പറഞ്ഞു, സിംഗപ്പൂരിൽ ഒരു വലിയ പരിപാടി നടന്നു, വാസുവേട്ടനെ കേൾക്കാൻ ഒരുപാട് ആളുകൾ വന്നിരുന്നു. ഞാൻ സിംഗപ്പൂരിൽ അധികമൊന്നും പോയിട്ടില്ല എന്ന്. MT അധികം വന്നിട്ടില്ല ഇവിടെ നിന്ന്. MT വിലാസിനെയൊക്കെ എല്ലാവരൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഇത് പോയി പറയാൻ ഇനി ആരും ഇല്ലല്ലോ. ഇനി ഞാൻ ആരോട് പറയും? ഞാൻ കൂടല്ലൂരെ കാറ്റിനോട് പറയും. കൂടല്ലൂരെ കാറ്റ് MTയെ കാത്തിരിക്കുന്നുണ്ടല്ലോ, താന്നിക്കുന്ന് കാത്തിരിക്കുന്നുണ്ടല്ലോ, പഠിക്കലെ പാടങ്ങൾ കാത്തിരിക്കുന്നുണ്ടല്ലോ, പൂമാൻതോടും കൈതക്കാടും കാത്തിരിക്കുന്നുണ്ടല്ലോ, പറക്കുളം മേച്ചിൽപ്പറമ്പ് കാത്തിരിക്കുന്നുണ്ടല്ലോ, വടക്കേപ്പുഴ കാത്തിരിക്കുന്നുണ്ടല്ലോ, കൊടിക്കുന്നത്ത് കാവിൽ അമ്മയും കാത്തിരിക്കുന്നുണ്ടല്ലോ. യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ MT പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷെ എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്ത് കാവിലമ്മ ഇല്ല എന്ന് പറയാൻ പറ്റും. അത്രമേൽ ദേവിയോട് ആരാധന ഉണ്ടായിരുന്ന ആളാണ്. ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ ആളാണെന്ന് പറഞ്ഞ് നിന്ദിക്കപ്പെടും. എന്തുകൊണ്ടാണ് നിർമ്മാല്യത്തിൽ ആ രംഗമുണ്ടായത് എന്ന് നിർമ്മാല്യം വീണ്ടും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. തകർന്നു പോയൊരു മനുഷ്യൻ. ആ വെളിച്ചപ്പാട് MT തന്നെയാണ്. സ്വന്തം ശിരസ് വെട്ടിപ്പിളർന്നുകൊണ്ട് ലോകത്ത് നന്മ കാണാൻ വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ആത്മശിരസ് വെട്ടിപ്പിളർന്ന് വേദനിച്ച ഏകാന്തതയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ ഒരു മഹാബലനായ മന്ദൻ കുട്ടി MTയിൽ എന്നും ഉണ്ടായിരുന്നു. ഒരു മഹാബലനായ മന്ദൻ കുട്ടി എന്നും MTയിൽ ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് എഴുതിയത്. ആ കുട്ടിയുടെ നിഷ്കളങ്കതയാണ് നിങ്ങളെ മോഹിപ്പിച്ചത്. അതുകൊണ്ട് MT മരിക്കുന്നില്ല. മനുഷ്യർ അനാഥരായിരിക്കുന്ന കാലം വരെ, പുഴകൾ അനാഥരായിരിക്കുന്ന കാലം വരെ, പ്രകൃതി അനാഥമാകുന്ന കാലം വരെ, അവസാനത്തെ അനാഥനും സനാഥനാകുന്നത് വരെ കരയുന്ന ഏകാഗികളുടെ ഒറ്റപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി MT എന്ന സാഹിത്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഏകാഗികൾ അവസാനിക്കില്ല. ഏകാഗികളുടെ തലമുറ ഇനിയും ഉണ്ടാവും. ആ ഏകാഗികളോട് MT സംസാരിക്കും. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവോ ഞാൻ. ഗീതാഞ്ജലിയിലെ വരികളാണ്. പാശ്ചേട്ടനൊക്കെ ഗീതാഞ്ജലിയുടെ ആരാധകനാണ്, ടാഗോറിൻ്റെ ആരാധകനാണ്. ടാഗോറിനെ കുറിച്ച് സുരേഷ് പറഞ്ഞില്ലേ? പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലം ആയിപ്പോയില്ലെന്നറിവു ഞാൻ. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. ഒന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലമായി പോയില്ല എന്നറിവൂ ഞാൻ. MT ഇതൊന്നും വിഫലമായിട്ടില്ല. MTയുടെ മൗനം പോലും വിഫലമായിട്ടില്ല. അനേക ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ഇവിടെയും പ്രിയപ്പെട്ട വാസുവേട്ട, അങ്ങയെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകും കാലങ്ങൾക്കപ്പുറത്ത്. നമസ്കാരം. സമയമെടുത്തു.